Hello, friends. I welcome all to our first section of Ethics using Common Sense series. So, നമ്മൾ ഈ സീരീസിനെ പറ്റിയുള്ള ഒരു ബ്രീഫ് ഇൻട്രോ നമ്മൾ ലോഞ്ചിന്റെ സമയത്ത് പറഞ്ഞിരുന്നു. ആൻഡ് നമ്മൾ പറഞ്ഞ പോലെ we are trying to crack our GFO paper just using common sense. Yeah. So, നമ്മൾ ഇന്ന് ഡയറക്റ്റ് ഫസ്റ്റ് ടോപ്പിക്കിലോട്ട് കടക്കുകയാണ്, which is ethics and human interface. നമ്മൾ സിലബസ് ചെക്ക് ചെയ്യുവാണെങ്കിൽ we can see that it's ethics and human interface, essence, determinants and consequences of ethics in human action. അതുപോലെ തന്നെ ഇതിൽ വരുന്ന മറ്റൊരു ടോപ്പിക്കാണ് ഡയമെൻഷൻ ഓഫ് എത്തിക്സ്, അതായത് എത്തിക്സ് ഇൻ പ്രൈവറ്റ് ആൻഡ് പബ്ലിക് ലൈഫ്. ഓക്കെ, സോ അതുപോലെ ഡയമെൻഷൻസ് ഓഫ് എത്തിക്സും കൂടി ഈ ഒരു മൊഡ്യൂളിൽ വരുന്നുണ്ട്. സോ നമ്മുടെ ക്ലാസ്സിന്റെ സ്ട്രക്ചർ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓരോ സിലബസിൽ ഓരോ മൊഡ്യൂൾസും വി വിൽ ബി കവറിങ് ഇൻ അറൌണ്ട് 1 or 2 ക്ലാസ്സസ്. 1-2 ക്ലാസ്സസിലായിരിക്കും, മാക്സിമം ഒരു 3 ക്ലാസ്സസിനുള്ളിൽ നമ്മൾ കവർ ചെയ്യാൻ ശ്രമിക്കും ഈച്ച് ടോപ്പിക്. ആൻഡ് ഇനി എങ്ങനെയാണ് നമ്മൾ കവർ ചെയ്യുന്നത് നോക്കാം. സോ യു ക്യാൻ സീ ഹിയർ ദർ ആർ തീംസ് മാർക്ക്ഡ്. സോ ആക്ച്വലി തീംസ് നമ്മൾ PYQ നിന്ന് എടുത്തതാണ്. PYQ 2025 വരെയുള്ള PYQs അനലൈസ് ചെയ്ത് ഈ ടോപ്പിക്കിൽ നിന്ന് ഏതൊക്കെ ഡയമെൻഷനിൽ ചോദ്യം വന്നു, എന്തായിരുന്നു ഡിമാൻഡ് എന്ന് നമ്മൾ നോക്കും. ഓക്കെ, എന്നിട്ട് ആ തീംസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് നിങ്ങളോട് പറഞ്ഞു തരികയും അതിനുശേഷം ആ തീംസ് ബേസ്ഡ് ആയിട്ട് ഒരു ആൻസർ റൈറ്റിംഗ് ഫോർമാറ്റിലുള്ള നോട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത്. സോ അതായിരിക്കും നിങ്ങളുടെ ക്ലാസ് മെറ്റീരിയലായിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്നതും. സോ ആൻഡ് നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഈ ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ, ഈ സിലബസ് ഈ ടോപ്പിക്സ് എല്ലാം പഠിച്ചിരുന്നതിന് ശേഷം ഇപ്പൊ എത്തിക്സ് ആൻഡ് ഹ്യൂമൻ ഇന്റർഫേസ് ഫസ്റ്റ് 3 ക്ലാസ്സസ് നമ്മൾ അതായിരിക്കും മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. സോ അറ്റ് ദ എൻഡ് ഓഫ് ദ third class, we will be solving all the PYQs on it. Case studies നമ്മൾ ഇപ്പോൾ ചെയ്യില്ല, but we will be solving all the 10 markers questions on this. We will be brainstorming and writing a few answers. So നമുക്കൊന്ന് തീംസ് അനലൈസ് ചെയ്ത് ഫസ്റ്റ് ചാപ്റ്റർ തുടങ്ങാം. സോ തീംസ് നോക്കുമ്പോൾ നമുക്ക് ഇതാണ്ട് ഓർഗനൈസേഷൻ എത്തിക്സിനെ പറ്റി ചോദ്യം വന്നിട്ടുണ്ട്, ആൻഡ് എത്തിക്സ് ഇൻ പ്രൈവറ്റ് ലൈഫ് വന്നിട്ടുണ്ട്, ഹൗ എത്തിക്സ് ഹെൽപ്സ് ഇൻ സോഷ്യൽ ആൻഡ് വെൽബീയിങ് എന്ന് പറഞ്ഞൊരു ചോദ്യം ഡയറക്റ്റ് വന്നിട്ടുണ്ട്. അത് ഏർലിയർ ഫേസ് ആണ്. എത്തിക്സ് GS4 പേപ്പർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വന്ന് ഏർലിയർ ഫേസിലായിരുന്നു അങ്ങനെ ഒരു ചോദ്യം വന്നിട്ടുള്ളത്. ആൻഡ് എത്തിക്സിന്റെ നീഡ് എന്താണെന്നുള്ള ഒരു ഡയറക്റ്റ് രീതിയിലുള്ള ഒരു ചോദ്യം. നമ്മൾ ജസ്റ്റ് ആ ഡയമെൻഷൻ മാത്രമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, എക്സാക്ട് ചോദ്യം അവിടെ എഴുതിയിട്ടില്ല കേട്ടോ. അതുപോലെ മീൻസ് വെർസസ് എൻഡ്സ് ഡിബേറ്റ് വന്നു, അത് ചോദിച്ചിട്ടുണ്ട്. അത് പല ടോപ്പിക്സുമായിട്ട് ഇന്റർലിങ്ക് ചെയ്ത് ചോദിക്കാറുള്ളതാണ്. അതുപോലെ നിയമവും എത്തിക്സും തമ്മിലുള്ള ബന്ധം, സോ അതിന്റെ ആപ്ലിക്കബിലിറ്റിയിൽ എന്തൊക്കെയാണ് വ്യത്യാസം വരുന്നത്, അങ്ങനെയുള്ള ഒരു ചോദ്യം വന്നിട്ടുണ്ട്. സെയിം ഗോസ് ടു വാല്യൂസ് ആൻഡ് എത്തിക്സ്. ഓക്കെ, അതെങ്ങനെയാണ് വാല്യൂസ് എത്തിക്സും എങ്ങനെയാണ് ഒന്നിച്ചു പോകുന്നത് ആ രീതിയിൽ. അതുപോലെ കോട്ട് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പ്രമുഖർ പറഞ്ഞിട്ടുള്ള കോട്ട്സ് ആവാം, അല്ലാതെ ജസ്റ്റ് ഒരു റാൻഡം കോട്ട് തന്നിട്ട് അതിന്റെ സെൻട്രൽ തീം എന്ന് വെച്ചാൽ എത്തിക്സ് ഇല്ലേ എന്ത് പറ്റും എന്നുള്ള അർത്ഥം വരുന്ന 2-3 കോട്ട്സ് വെച്ചുള്ള ചോദ്യങ്ങൾ വന്നിരുന്നു. അത് നമ്മൾ ഈ ടോപ്പിക്സ് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മളത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇനി പിന്നെ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് പബ്ലിക് പ്രൈവറ്റ് ലൈഫിനെ പറ്റി ഒരു ചോദ്യം വന്നത്. സോ ഈ ഡയമെൻഷൻസ് ഒക്കെ ആയിരിക്കും നമ്മൾ ഈ എത്തിക്സ് ആൻഡ് ഹ്യൂമൻ ഇന്റർഫേസ് ചാപ്റ്ററിൽ കവർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ആൻഡ് സം എക്സ്ട്രാ ഡയമെൻഷൻ ഒബ്വിയസ്ലി നമ്മൾ നോക്കും. നമുക്ക് ആ ടോപ്പിക്കിനെ പറ്റി ഇച്ചിരി ഒരു ധാരണ കിട്ടാൻ നമുക്ക് കുറച്ച് എക്സ്ട്രാ ഇതും കൂടി നോക്കേണ്ടി വരും. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ഇതിലോട്ട് കിടക്കാം. സോ എന്താണ് എത്തിക്സ് എന്ന് നോക്കാം അല്ലേ. എത്തിക്സ് എന്ന് പറയുമ്പം എന്താണ് ശരി എന്താണ് തെറ്റെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മുടെ എത്തിക്സ് എന്ന് പറയുന്നത്. ഒരാൾ പറയുന്നതാണ് ഇത് ശരി, ആൻഡ് ഒരു സിറ്റുവേഷൻ വരുവാണ്, അപ്പൊ അതിൽ ഇങ്ങനെ പെരുമാറുന്നതാണ് ശരി, അങ്ങനെ പെരുമാറുന്നതാണ് തെറ്റെന്ന് അയാൾക്ക് തോന്നുവാണെങ്കിൽ അതാണ് അയാളുടെ എത്തിക്സ്. ഓക്കെ, എത്തിക്സ് എന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നൊന്നുമില്ല. ഇപ്പൊ എന്റെ ശരിയല്ലായിരിക്കും നിങ്ങളുടെ ശരി, സോ ഇറ്റ് ഡിഫേഴ്സ്. ഓക്കെ, സോ എത്തിക്സ് എന്താണെന്ന് വെച്ചാൽ ഒരു ഒരു 1 സെന്റൻസ് ഇൻട്രോ നമുക്ക് പറയാൻ പറ്റുമെങ്കിൽ എത്തിക്സ് ഈസ് അബൌട്ട് ഡിസൈഡിങ് വാട്ട് ഈസ് റൈറ്റ് ആൻഡ് റോങ് ഇൻ ഹ്യൂമൻ കണ്ടക്ട്. ഓക്കെ, സോ നമുക്ക് കുറച്ചും കൂടി സ്റ്റൈലിഷ് അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു സിസ്റ്റമാറ്റിക് എക്സ്പ്ലനേഷൻ നോക്കാം. ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ്, values and standards that guide how people should behave with one another, with society and even with the environment. അല്ലേ? സോ എത്തിക്സ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ സെറ്റ് പ്രിൻസിപ്പിൾസ് വരും, നമ്മുടെ വാല്യൂസ് വരും, നമ്മുടെ സ്റ്റാൻഡേർഡ്സ്, നമ്മുടെ ജീവിതത്തിൽ സെറ്റ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ്സ്, ഇതെല്ലാം കൂടിയുള്ള ഒരു സെറ്റാണ്, ഒരു കൂട്ടമാണ്. ഒരു അവിയൽ പരുവാണ് നമ്മുടെ എത്തിക്സ് അല്ലേ. നമുക്കൊരു തീരുമാനം എടുക്കാൻ വേണ്ടി അത് നമ്മുടെ വാല്യൂസും നമ്മൾക്കായിട്ട് ഉണ്ടാക്കി വെച്ചേക്കുന്ന സ്റ്റാൻഡേർഡ്സും എല്ലാം നമ്മളെ ഡിപ്പെൻഡ് ചെയ്യും. സോ ഇതൊരു ജസ്റ്റ് ഒരു സ്റ്റൈലിഷ് ഒരു
എക്സ്പ്ലനേഷൻ തന്നേ ഉള്ളൂ. ലൈക്ക് നമുക്ക് ഒരു ആദ്യത്തെ പോയിന്റ് ആയി കിടക്കുന്ന ആ ഒരു സിമ്പിൾ എക്സ്പ്ലനേഷൻ തന്നെ ആൻസേഴ്സ് എഴുതിയാലും മതി. ഓക്കെ, ഇനി നിങ്ങൾ നേരത്തെ എത്തിക്സ് പഠിച്ചു തുടങ്ങി. ലൈക്ക് ഇഫ് യു ഹാവ് എനി വണ്ടർഫുൾ like introduction or explanation of ethics, you can comment it on the comment section. Okay, now we are going to the sources of ethics. Yeah, നമ്മൾ ലൈക്ക് കഴിഞ്ഞ ഇൻട്രോ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു, ജസ്റ്റ് ഒന്ന് സോഴ്സസ് ഓഫ് എത്തിക്സിനെ പറ്റി ജസ്റ്റ് പറഞ്ഞു വരും അല്ലേ. സോ സോഴ്സസ് ഓഫ് എത്തിക്സ് നമ്മൾ എത്തിക്സ് നമുക്ക് എവിടെ നിന്നൊക്കെയാണ് കിട്ടുന്നത്? നമ്മൾ എന്നൊരു വ്യക്തി ഇപ്പൊ 20-25 കൊല്ലമായിട്ട് ഇവിടെ ജീവിക്കുന്നു. നമുക്കെല്ലാം എത്തിക്സ് എവിടെ നിന്ന് കിട്ടുന്നു? ഓക്കെ, അതിൽ ഫാമിലി ഉണ്ട്, സൊസൈറ്റി ഉണ്ട്, റിലീജിയൻ ഉണ്ട്, ലീഗൽ ഇഷ്യൂസ് അതായത് നിയമങ്ങളിൽ നിന്ന് കിട്ടാറുണ്ട്, ചരിത്രം, അതുപോലെ സ്കൂളിങ്ങും കരിക്കുലവും വെച്ച്, അതുപോലെ കൺസൈൻസ്. ഓക്കെ, ഇങ്ങനെ പല രീതിയിൽ നമുക്ക് മാപ്പ് ചെയ്യാം സോഴ്സസ്. എത്തിക്സ് നമുക്ക് എവിടെ നിന്നൊക്കെ കിട്ടും എന്നുള്ള രീതി നമുക്ക് പല രീതിയിൽ മാപ്പ് ചെയ്യാം. പക്ഷേ ലൈക്ക് ഓക്കെ, വേറൊരു കാര്യം, അതായത് നമ്മൾ ഏതൊരു ഡയമെൻഷനിലൂടെ ചിന്തിക്കുന്നതിന് മുമ്പും ജസ്റ്റ് തിങ്ക് ഈ ഒരു ഡയമെൻഷൻ PYQൽ ചോദിച്ചോന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ലൈക്ക് ഒരു UPSC ആസ്പിറന്റ് എപ്പോഴും ചോദ്യം, ലൈക്ക് നമ്മൾ ഒരു ടോപ്പിക് കാണുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ചോദ്യം വരേണ്ടത് ഇതിനെപ്പറ്റി ചോദിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ? ഓക്കെ, അതിന് നമ്മൾ PYQ നോക്കണം. സോ നമ്മൾ PYQ നേരത്തെ മാപ്പ് ചെയ്ത് വെച്ചപ്പോൾ ലൈക്ക് സോഴ്സസ് ഓഫ് എത്തിക്സ് എന്ന് പറഞ്ഞൊരു ചോദ്യം ലൈക്ക് നമുക്ക് എവിടെയും കാണാൻ പറ്റില്ല. ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ ചോദിച്ചിട്ടില്ലായിരുന്നു സോഴ്സസ് ഓഫ് എത്തിക്സ് ഉണ്ടാവും. ബട്ട് നമ്മൾ ഈ സോഴ്സസ് ഓഫ് എത്തിക്സ് അറിഞ്ഞിരിക്കണം. കാരണം ഈ ചോദ്യങ്ങളിലെല്ലാം പലതും ഇപ്പൊ നീഡ് ഫോർ എത്തിക്സ് ചോദ്യം കണ്ടില്ലേ, അതിന്റെ ഇതിൽ സെക്കൻഡ് പാർട്ടായിട്ട് എങ്ങനെ എത്തിക്സ് കൾട്ടിവേറ്റ് ചെയ്യാന്നുള്ളത് കൂടി ഉണ്ടായിരുന്നു. അവിടെ നമുക്ക് ഈ സോഴ്സസിന്റെ ആവശ്യം വരും. സോ എത്തിക്സ് എവിടെ നിന്ന് കിട്ടും എന്ന് അറിഞ്ഞാലാണെങ്കിൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ ഓക്കെ എത്തിക്സ് കൾട്ടിവേറ്റ് ചെയ്യാൻ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ എത്തിക്സിന്റെ ചെറിയൊരു നേച്ചർ നമുക്കറിയണം. അതിനു വേണ്ടിയാണ് നമ്മൾ സോഴ്സസ് ഓഫ് എത്തിക്സ് നോക്കുന്നത്. സോ ഇതുപോലെ എവിടെയും നമുക്ക് എഴുതി വെക്കേണ്ടി വരില്ല. ജസ്റ്റ് വി ട്രൈങ് ടു അണ്ടർസ്റ്റാൻഡ് വേർ എത്തിക്സ് കംസ് ഫ്രം. ഓക്കെ, സോ ഈ സോഴ്സ് ഓഫ് എത്തിക്സ് നമുക്ക് ഒരിക്കലും ഒരു സബ് ഹെഡിങ് എഴുതി ഒരു PYQൽ നമുക്ക് എഴുതേണ്ടിയും വരില്ല. ഓക്കെ, സോ ജസ്റ്റ് വി ആർ ട്രൈങ് ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. ഇപ്പൊ എത്തിക്സ്, ഫാമിലി എങ്ങനെ എത്തിക്സ് വരും? ഇറ്റ് ഷേപ്സ് ഇൻഡിവിജ്വൽ ആൻഡ് സോഷ്യൽ എത്തിക്സ്. ഓക്കെ, അതായത് ഇപ്പം നമുക്കിപ്പം ലൈക്ക് അറിയാം, നമ്മുടെ കുഞ്ഞു പിള്ളേരായിരുന്നു, അപ്പൊ നമ്മൾ പെട്ടെന്ന് വളർന്നു പോകുമായിരുന്നു. അപ്പൊ നമ്മുടെ പുതിയ ഡ്രസ്സുകളൊക്കെ 1-2 വട്ടം ഒക്കെ ഇട്ട്, അല്ലെങ്കിൽ മാക്സിമം ഒരു 4-5 വട്ടം ഇടുമ്പോഴത്തേക്ക് ചെറുതായി പോകും. സോ നമുക്ക് കാണാം ഈ ഡൊണേഷന് വേണ്ടി ഓർഫനേജിൽ നിന്നും ഒക്കെ അല്ലാതെ പാവപ്പെട്ടവരൊക്കെ വീട്ടിൽ വരുമ്പോൾ നമ്മളത് ഡൊണേറ്റ് ചെയ്യുമായിരുന്നു അല്ലേ. ആ ഡൊണേറ്റ് അല്ലെങ്കിൽ ഷാരിറ്റി എന്നുള്ള പറഞ്ഞൊരു എത്തിക്സ് നമുക്ക് കിട്ടുന്ന വീട്ടിൽ നിന്നല്ലേ. അതെ, അതുപോലെ വീട്ടിലെ എൽഡേഴ്സ്, അപ്പന്മാരും അമ്മൂമാരും ഒക്കെ ഉള്ളപ്പം നമ്മൾ നമ്മുടെ കൂട്ടുകാരോട് പെരുമാറുന്ന പോലെ അല്ലല്ലോ അവരോട് പെരുമാറുന്നത്. നമുക്ക് ആ ഒരു റെസ്പെക്ട് കൊടുക്കും അല്ലേ. ഇന്ത്യൻ കൾച്ചറിൽ ഇപ്പൊ കാല് തൊട്ട് കഴുകുന്ന രീതിയിലും ഒക്കെ ഉണ്ട്. സോ അങ്ങനെയുള്ള എത്തിക്സ് ഒക്കെ നമ്മൾ പഠിക്കുന്നത് വീടുകളിൽ നിന്നാണ്. അതുപോലെ ഒരുപാട് എക്സാമ്പിൾസ് ഇപ്പൊ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ മനസ്സിലോട്ട് വന്നിട്ടുണ്ട്, നിങ്ങളുടെ വീട്ടിൽ നിന്ന് കിട്ടിയത് പല എത്തിക്സും അല്ലേ. ആൻഡ് മുത്തശ്ശി കഥകളിൽ നിന്ന് നമുക്ക് ഒരുപാട് എത്തിക്സും മോറൽസും എല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ സൊസൈറ്റിയുടെ കാര്യം നോക്കാം. ഇമ്പാക്ടിങ് impacts various ethics and morals to the individual. ഓക്കെ, സൊസൈറ്റിക്ക് ഒരുപാട് ഇമ്പാക്ട് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എൽഡേഴ്സിനെ റെസ്പെക്ട് ചെയ്യുന്നത്, അതുപോലെ ഇപ്പൊ നമ്മളൊരു ബസ്സിൽ പോകുമ്പോൾ ഒരു എൽഡർ അല്ലെങ്കിൽ ഒരു പ്രഗ്നന്റ് വുമൺ വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഡിസേബിൾഡ് ആയിട്ട് സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ വരുമ്പോൾ നമ്മൾ സീറ്റ് അദ്ദേഹത്തിനായിട്ട് അല്ലെങ്കിൽ ആ വ്യക്തിക്കായിട്ട് വെക്കേറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. സോ ഈ ഒരു എത്തിക്സ് നമ്മൾ ചിലപ്പോൾ വീട്ടിൽ നിന്നായിരിക്കും പഠിക്കുന്നത്, ചിലരത് സൊസൈറ്റിയിൽ തന്നെ വേറൊരു ചേട്ടൻ, നമ്മൾ ബസ്സിൽ പോകുമ്പോൾ വേറൊരു ചേട്ടൻ ശേഷം അത് ആ ഒരു രീതിയിൽ ഒരു നല്ല ഗസ്റ്റ് കാണിക്കുന്ന വഴി നമ്മൾ അത് പിന്നെ കോപ്പി ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കാം. ഓക്കെ, അങ്ങനെ എത്തിക്സ് നമ്മൾ സൊസൈറ്റിയിൽ നിന്നും പഠിക്കുന്നു. റിലീജിയൻ അല്ലെ, റിലീജിയൻ ഇപ്പൊ നമുക്കറിയാം, നാടുകളിൽ അമ്പലങ്ങളിലൊക്കെ ഉത്സവം വരുമ്പോൾ അല്ലെങ്കിൽ നബിദിന സമയത്തൊക്കെ അന്നദാനം നടത്താറുണ്ട് അല്ലേ. ലൈക്ക് ബിരിയാണി കൊടുക്കാറുണ്ട് അങ്ങനെ അല്ലേ. സോ അതൊരു ചാരിറ്റിയാണ്. അതുപോലെ ഒരു ഇൻട്രസ്റ്റിംഗ് ഇതാണ് തൈത്രയ ഉപനിഷത്ത്. നമ്മൾ അതിദേവോ ഭവ എന്ന് പറയുമല്ലോ. ലൈക്ക് നമ്മളിപ്പം ഇന്റർനാഷണൽ റിലേഷൻസ് ബേസ് ചെയ്ത് വരുന്ന പല എഡിറ്റോറിയൽസിൽ നമുക്ക് കാണാം. ലൈക്ക് ഒന്നെങ്കിൽ ഒരു ഇൻട്രൊഡക്ഷനിൽ അല്ലെങ്കിൽ കൺക്ലൂഷനിൽ ഈ തൈത്രിയ ഉപനിഷത്തിന്റെ അതിദേവോ ഭവ എന്ന് പറയുന്ന ആ ഒരു കോട്ട് അല്ലെങ്കിൽ ആ ഒരു സംഭവം പ്രൈസ് കോട്ട് ചെയ്യാറുണ്ട് അല്ലേ. ഓക്കെ, ഫ്രീ മീൽസ് ഡ്യൂറിങ് ഫെസ്റ്റിവൽസ്, അതും ഒരു നമുക്ക് റിലീജിയൻ എങ്ങനെ എത്തിക്സിന് കാരണമാവുന്നു എന്ന് പറയാം. ആൻഡ് ലീഗൽ സൈഡ്, ഓക്കെ, നിയമങ്ങൾ വഴിയും നമുക്ക് ഒരുപാട് എത്തിക്സ് കിട്ടുന്നുണ്ട്. അതിനൊരു മേജർ ഉദാഹരണമായിട്ട് പറയുന്നത് എൻവയോൺമെന്റ് എത്തിക്സ്. ഓക്കെ, എൻവയോൺമെന്റ് എത്തിക്സ് ഒരു പഴയ PYQ ആണ്. ലൈക്ക് അത് നമ്മൾ ആ PYQ ചോദിച്ച ഭാഗം നമ്മൾ ഇപ്പോൾ ഇവിടെ കവർ ചെയ്യുന്നില്ല. വി വിൽ ഡീൽ വിത്ത് ഇറ്റ് ലേറ്റർ. സോ ആർട്ടിക്കിൾ 48 ഏതാ വരുന്ന? ഫണ്ടമെന്റൽ ഡ്യൂട്ടിയാ DPSBയോ? ഓക്കെ, GS പാർട്ട് നമുക്ക് അവിടെ ഇട്ടേക്കാം. അപ്പൊ ആർട്ടിക്കിൾ 48 കണ്ടോ, ഇവിടെ നമുക്ക് മനസ്സിലാക്കണം ലൈക്ക് ഹൗ വി ആർ ബ്രിങ്ങിങ് ദ GS കണ്ടന്റ് ടു എത്തിക്സ്. ഓക്കെ, GS2 കണ്ടന്റ് എങ്ങനെ എത്തിക്സിലോട്ട് കൊണ്ടുവരുന്നത് നോക്കാം. 48 എൻവയോൺമെന്റ് എത്തിക്സ്, എൻവയോൺമെന്റ് സംരക്ഷണത്തിനെ പറ്റി പറയുന്നത്. അത് നമുക്ക് കിട്ടിയ നിയമത്തിൽ വഴിയാണ്.
ഓക്കെ, ഓൾറെഡി ഇല്ലായിരുന്നു എന്നല്ല, ബട്ട് അതൊരു നിയമമായി വന്നപ്പോൾ ലൈക്ക് വി ആർ മോർ ഇൻക്ലൈൻ ടു ഡു ദാറ്റ്. അതുപോലെ ഇപ്പം എന്താണ്, പണ്ട് നമുക്ക് സതി തെറ്റല്ലായിരുന്നു, ലൈക്ക് സതി വാസ് പാർട്ട് ഓഫ് അവർ എത്തിക്സ്. എന്നാൽ അതുപോലെ ചൈൽഡ് മാരേജ് ഇന്ത്യൻ കൾച്ചറിൽ ഭയങ്കര കോമൺ ആയിരുന്നു. സ്ലേവറി, കാസ്റ്റ് സിസ്റ്റം, അതെല്ലാം നമ്മുടെ എത്തിക്സിൽ നിന്ന് ഒഴിവായ അല്ലെങ്കിൽ ഒഴിവായിക്കൊണ്ടിരിക്കുന്ന എങ്ങനെയാണ്, സ്ട്രോങ് ലോസ് അതിനെതിരെ ഉണ്ടായതുകൊണ്ടാണ്. സോ നമ്മൾ അറിഞ്ഞിരിക്കുക, നിയമങ്ങൾക്കും എത്തിക്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ചരിത്രം പറ്റി പറയുമ്പോൾ ഗാന്ധിജി നമ്മളെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടല്ലേ. അതുപോലെ പഴയ നെപ്പോളിയനും അതുപോലുള്ള പഴയ പഴയ ആൾക്കാരെല്ലാം നമ്മളെ നല്ല രീതിയിലും മോശമായ രീതിയിലും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. സോ ഗാന്ധിയുടെ സത്യസന്ധത അല്ലെങ്കിൽ ഹോണസ്റ്റി, അല്ലെങ്കിൽ പുള്ളിക്ക് സത്യത്തോടുള്ള പ്രിയം, സത്യമാണില്ല എന്ന് ഉള്ള വിശ്വാസം, ഓക്കെ, അത് പറയാം. അതുപോലെ നമ്മൾ റേസിസത്തെ പറ്റി, ലൈക്ക് ഹിറ്റ്ലർ ചെയ്ത ക്രൂരകൃത്യം സ്കൂളുകളിൽ നമ്മൾ കേൾക്കുമ്പോൾ തന്നെ ലൈക്ക് വി വിൽ ബി തിങ്കിങ് ലൈക്ക് വി ആർ സെയിങ് ലൈക്ക് നോ ടു റേസിസം, അല്ലേ? സോ അങ്ങനെ ഒരു കമ്മ്യൂണൽ കോൺഫ്ലിക്റ്റ്, കമ്മ്യൂണൽ ആംഗിളിലൊന്നും പോകാതെ ആ രീതിയിലും നമ്മളെ ലൈക്ക് നെഗറ്റീവ് ക്യാരക്ടേഴ്സ് പോലും നമുക്ക് നല്ല എത്തിക്സ് ഉണ്ടാക്കാൻ പറ്റും. ഒബ്വിയസ്ലി ഇപ്പൊ നിങ്ങൾ ചിന്തിക്കണ്ടാവും, ഈ നെഗറ്റീവ് ഇൻഫ്ലുവൻസ് കാരണം നെഗറ്റീവ് എത്തിക്സ് ലൈക്ക് ഇങ്ങനെ റൈസസും കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കൂടെ, അതും ഉണ്ടാകാം. ഓക്കെ, ഇത് നമുക്ക് പറയാൻ പറ്റുന്നതാണ് സ്കൂളിൽ ഇപ്പോൾ ഒരുപാട് കാര്യം പഠിക്കുന്നില്ലേ, അതായത് ടീച്ചേഴ്സിൽ നിന്ന്, നമ്മുടെ പിയർ ഗ്രൂപ്പിൽ നിന്ന്, അല്ലേ? അതുപോലെ ബാക്കി സ്കൂൾ പോകുന്ന വഴിയും അല്ലാതെയൊക്കെ നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്ന രീതിയിലും എല്ലാ രീതിയിലും നമ്മൾ പല കാര്യങ്ങളും പഠിക്കുന്നുണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞ എൻവയോൺമെന്റ് എത്തിക്സ് മുതൽ അതുപോലെ ഒരു സോഷ്യൽ സെറ്റപ്പിൽ അല്ലെങ്കിൽ ഒരു പിയർ ഗ്രൂപ്പിൽ നമ്മൾ എങ്ങനെ ഇന്ററാക്ട് ചെയ്യണം, അതുപോലെ പുതിയ പുതിയ നോളജുകളെല്ലാം നമ്മൾ സ്കൂളിൽ നിന്ന് പഠിക്കും. ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇൻട്രസ്റ്റിംഗ് കാര്യം, നമുക്ക് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് ജസ്റ്റ് ചുമ്മാ പറയാം, ലൈക്ക് ഇത് എത്തിക്കൽ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി വഴി നമുക്ക് എത്തിക്കൽ ഇത് കൊടുക്കാം എന്നുള്ള രീതിയിൽ. സോ നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു ചോദ്യത്തിൽ എങ്ങനെ എത്തിക്സ് വളർത്തിയെടുക്കാം എന്നുള്ള രീതിയിലൊക്കെ പറയുമ്പോൾ, ലൈക്ക് ഇപ്പൊ അതിലൊരു സ്കൂളിംഗ് റിലേറ്റഡ് ഒരു ചോദ്യമായിരുന്നെങ്കിൽ നമുക്ക് വി ക്യാൻ കണക്ട് ലൈക്ക് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി വഴി നമുക്കത് കൊടുക്കാം, അതിന്റെ പ്രോപ്പർ ഇംപ്ലിമെന്റേഷൻ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതിൽ ആഡ് ചെയ്യാം എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് പറയാം. ഇനി നമുക്ക് കൺസൈൻസ്. ഓക്കെ, ഇനി എന്തൊക്കെ ഇതെല്ലാം ഉണ്ടെങ്കിലും നമുക്ക് തോന്നിയ പോലെ ചെയ്യും, ലൈക്ക് വി നോ ഇത് തെറ്റാണ്, അത് ശരിയാണ്. ലൈക്ക് ഇപ്പോൾ ഒരു okay, we are traveling somewhere in train and like we are seeing a person, a male, like sexually abusing a woman or a stranger. So ഇത് തെറ്റാണ് നമുക്കറിയാം, ബട്ട് how many of us will like stand against it and be vocal about it? So yeah, അവിടാണ് നമ്മുടെ കൺസൈൻസ് ആക്ട് ചെയ്യുന്നത്. സോ അവർ കൺസൈൻസ് ക്യാൻ ആൾസോ ഇൻഫ്ലുവൻസ് അവർ എത്തിക്സ്. സോ ജസ്റ്റ് നോട്ട് നോയിങ് വാട്ട് ഈസ് റൈറ്റ് ആൻഡ് റോങ് ഈസ് നോട്ട് ഇനഫ്, ലൈക്ക് നമ്മുടെ ആക്ഷനും കൂടി നമ്മുടെ എത്തിക്സിനെ ഭയങ്കരമായിട്ട് സ്പീക്ക് ചെയ്യുന്നുണ്ട്. സോ അതിന് നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ കൺസേൺസ് തന്നെയാണ്. സോ ടേക്കിംഗ് ഇനിഷ്യേറ്റീവ്സ് ടു സ്റ്റാൻഡ് അഗൈൻസ്റ്റ് എ മാൽ പ്രാക്ടീസ് ലൈക്ക് ചൈൽഡ് മാരേജ് ഓർ ബുള്ളിങ്. ഓക്കെ, യാ, നമുക്ക് എത്തിക്സിന്റെ ഇമ്പോർട്ടൻസ് നോക്കാം. അത് നമുക്ക് ഒബ്വിയസ്ലി നീഡ് ഫോർ എത്തിക്സ് എന്നുള്ള പാർട്ടിലും, അതുപോലെ എങ്ങനെയാണ് എത്തിക്സ് സോഷ്യൽ ആൻഡ് ഹ്യൂമൻ വെൽബീയിങ് എന്ന് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, എത്തിക്സ് ഇൻ പേഴ്സണൽ ലൈഫ്, അങ്ങനെയുള്ള ചോദ്യങ്ങളിലെല്ലാം നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ലൈക്ക് അതൊരു PYQ തീമാണ്, ഇമ്പോർട്ടൻസ് ഓഫ് ഹാവിങ് എത്തിക്സ് അല്ലെങ്കിൽ കോൺസിക്വൻസസ് ഓഫ് എത്തിക്സ്. ഓക്കെ, നമ്മൾ ഇത് ചിന്തിക്കുന്നത് 3 ലെവലിൽ നിന്നാണ്. അതായത് ഇൻഡിവിജ്വൽ ലെവലിൽ നിന്ന് ചിന്തിക്കും, ആൻഡ് ഇൻഡിവിജ്വലിന്റെ കൂട്ടമായ സൊസൈറ്റൽ ലെവലിൽ നിന്ന് ചിന്തിക്കും, ആൻഡ് ഇൻഡിവിജ്വൽ ചിലപ്പോൾ ഒരു ഓർഗനൈസേഷന്റെ ഭാഗമായിരിക്കും. സോ ഓർഗനൈസേഷൻ ലെവലിൽ നിന്നും നമ്മൾ ചിന്തിക്കും. ഓക്കെ, സോ എത്തിക്സ് ആൻഡ് ഇമ്പോർട്ടൻസ് ഇൻ ഇൻഡിവിജ്വൽ ലെവൽ, സൊസൈറ്റൽ ലെവൽ, ഓർഗനൈസേഷൻ ലെവൽ. ചോദ്യം ഓർഗനൈസേഷൻ ലെവലിൽ നിന്ന് മാത്രം ചോദിച്ചിട്ടുണ്ട്, ഇൻഡിവിജ്വൽ ലെവലിൽ നിന്ന് മാത്രം ചോദിച്ചിട്ടുണ്ട്, ഇൻഡിവിജ്വൽ ആൻഡ് സോഷ്യൽ ലെവലിൽ കമ്പൈൻ ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. സോ നമുക്ക് എല്ലാത്തിൽ നിന്നും ഒരു 5 പോയിന്റ് എഴുതാൻ പറ്റുമെങ്കിൽ, ലൈക്ക് എഴുതാൻ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, ലൈക്ക് ഇതിന് ഏത് ചോദിച്ചാലും നമുക്ക് കുഴപ്പമില്ല, 3 ചോദിക്കുകയാണെങ്കിൽ എല്ലാത്തിനും 2 പോയിന്റ് വെച്ച് കൊടുക്കാം. ഓക്കെ, സോ നമ്മൾ ഇവിടെ ഈച്ച് പോയിന്റിന്റെ താഴെ നമ്മൾ എക്സാമ്പിൾ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. സോ അതുവഴി നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ലൈക്ക് നമ്മൾ ഈ നോട്ട് മേക്കിംഗ് പ്രോസസ്സിൽ തുടങ്ങുമ്പോൾ തന്നെ, ഈ കണ്ടന്റ്സ് പഠിക്കുമ്പോൾ തന്നെ, ലൈക്ക് നമ്മുടെ കയ്യിലുള്ള ഓൾറെഡി നമ്മൾ കുഞ്ഞിലേ തൊട്ട് കേട്ട കണ്ടന്റ്സ് നമുക്ക് ഇതിലോട്ട് വാരിപ്പറക്കി ഇടാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള പ്രാക്ടീസും കൂടിയായിട്ട് വേണം നിങ്ങളിത് കാണാൻ. ഓക്കെ, സോ റെഡിയാണോ? നമുക്ക് ഇമ്പോർട്ടൻസ് ഓഫ് എത്തിക്സ് ഇൻ ഇൻഡിവിജ്വൽ ലൈഫ്, ഓക്കെ, പേഴ്സണൽ ലെവലിൽ എങ്ങനെയാണെന്ന് നോക്കാം. ഇറ്റ് സാറ്റിസ്ഫൈസ് ഹ്യൂമൻ ഗ്രോത്ത് ത്രൂ സെൽഫ് ആക്ച്വലൈസേഷൻ, റീച്ചിങ് ട്രൂ പൊട്ടൻഷ്യൽ. ഓക്കെ, പിന്നെ ഒരു മാസ്റ്റർ ഹൈറാർക്കി ഓഫ് നീഡ്സിനെ പറ്റി പറയുന്നുണ്ട്, അത് കുറച്ച് ടെക്നിക്കലാണ്, വെയിറ്റ്. അപ്പോൾ എന്തുകൊണ്ട് അത് ആഡ് ചെയ്യുന്നത് വെച്ചാൽ, ലൈക്ക് നമ്മൾ ഇവിടെ ഒരു എത്തിക്കൽ പെർസ്പെക്റ്റീവ് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്, ലൈക്ക് കുറച്ച് എത്തിക്കൽ കീവേഡ്സും കാര്യങ്ങളും കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. സോ യാ, എന്താണ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ, ലൈക്ക് നമ്മുടെ ട്രൂ പൊട്ടൻഷ്യൽ എത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ലൈക്ക് വി നോ വി ഷുഡ് ബി ഡൂയിങ് ദിസ് ആൻഡ് വി ആർ ഡൂയിങ് ദിസ്, ആൻഡ് അപ്പൊ കിട്ടുന്ന ഒരു ഹൈ ഉണ്ടല്ലോ. സോ ആ ഒരു സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ അതാണ്. ആൻഡ് മാസ്ലോ, ലൈക്ക് ഹീസ് എ തിങ്കർ, ആൻഡ്
പുള്ളിയുടെ ഒരു പിരമിഡ് ഉണ്ട്, ഹൈറാർക്കി ഓഫ് നീഡ്സ് എന്ന് പറഞ്ഞാൽ. അതിൽ ഏറ്റവും ടോപ്പ് നിൽക്കുന്ന സംഭവമാണ് ഈ സെൽഫ് ആക്ച്വലൈസേഷൻ. സോ അതിനൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് മദർ തെരേസ, പുള്ളി ചാരിറ്റി പരിപാടിയൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചാണ് പുള്ളി അത് നേടിയെടുത്തു. അല്ലെങ്കിൽ നമുക്ക് ഗാന്ധിയുടെ കാര്യം പറയാം, ലൈക്ക് ഇൻഡിപെൻഡൻസ് നേടിയെടുക്കണം എന്നുള്ള ആഗ്രഹം അച്ചീവ് ചെയ്തു. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഹിസ്റ്റോറിക്കൽ അല്ലെങ്കിൽ ഈവൻ ദോ മഹാഭാരത റെഫറൻസോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് റിലേറ്റഡ് ഉള്ള എക്സാമ്പിൾസ് കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ നല്ലതാണ് സെൽഫ് ആക്ച്വലൈസേഷനെ പറ്റി. ഓക്കെ, നമ്മളിവിടെ സിഗ്നിഫിക്കൻസ്, ഇമ്പോർട്ടൻസ് ആണ് ചോദിക്കുന്നത്. അതുപോലെ നല്ല എത്തിക്കൽ ലൈഫ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയാൽ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും, അല്ലേ? സോ നമ്മൾ ഈ പോയിന്റ് ജസ്റ്റ് നമ്മളിപ്പോൾ എഴുതി വെച്ചതുകൊണ്ട് പറയുമല്ല, വെയിറ്റ്, നമുക്ക് കോമൺ സെൻസ് വെച്ചൊന്ന് ചിന്തിച്ചു നോക്കാം. നമുക്ക് തനിയെ ഒന്ന് പോയിന്റ് ജനറേറ്റ് ചെയ്ത് നോക്കാം, അല്ലേ, ഇത് വായിക്കുന്നതിന് പകരം. സോ യാ, വെയിറ്റ്. ഇപ്പൊ ഇൻഡിവിജ്വൽ ലെവലിൽ നമ്മളിത് പറഞ്ഞു. ഓക്കെ, ഇപ്പോൾ ഒരു പോയിന്റ്, 2 പോയിന്റ് നമ്മൾ പറഞ്ഞു. ഹാപ്പിനെസിന്റെ കാര്യം പറഞ്ഞു, സെൽഫ് ആക്ച്വലൈസേഷന്റെ കാര്യം പറഞ്ഞു. ഇനി നമുക്ക് തനിയെ ഒന്ന് ജനറേറ്റ് ചെയ്യാൻ നോക്കാം. വേറെ എന്ത് പറയാൻ പറ്റും? നല്ല എത്തിക്കൽ ആയിട്ടുള്ള ആള് എന്ത് ചെയ്യും? ഭയങ്കര സഹായ മനസ്കനായിരിക്കും, അല്ലേ? ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഒരാൾ വിഷമമായിട്ട് വന്ന് നമ്മുടെ മുന്നിൽ നിന്ന് അയാളെ കേൾക്കാനുള്ള ഒരു ക്ഷമ കാണിക്കും. ഓക്കെ, ലൈക്ക് അത് ആ ക്വാളിറ്റി നമ്മൾ എമ്പതി ആണല്ലോ. അതുപോലെ ഇപ്പം ഒരു ബെഗർ നമ്മുടെ മുന്നിൽ നിൽക്കുന്നു, അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാൾ, അയാളുടെ കാര്യം പറയുമ്പോൾ നമ്മൾ അയാളെ സഹായിക്കും. ഓക്കെ, സഹായമായി ഇതായി. ചില സമയങ്ങളിൽ നമ്മളും വിശന്നിരിക്കുമായിരിക്കും, ബട്ട് 2 ദിവസം പട്ടിണിയായി കിടക്കുന്ന ഒരാൾ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ മേ ബി വി മൈ ഷെയർ അവർ ഫുഡ് വിത്ത് ദം. അത്രയും സെൽഫ്ലെസ് ആകാൻ പറ്റാമായിരിക്കും ഒരു എത്തിക്കലായിട്ടുള്ള പേഴ്സണ്. പിന്നെന്ത് പറ്റും? നല്ല എത്തിക്കലായിട്ടുള്ള പേഴ്സൺ, നല്ല വർക്ക് ചെയ്യും. ഓക്കെ, അത് നമുക്ക് ഓർഗനൈസേഷൻ എത്തിക്സ് പറയാം. സോ ഇൻഡിവിജ്വൽ ലെവലിൽ നിന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് ഇത്രയും പോയിന്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലേ? ലൈക്ക് നമ്മുടെ ഫ്രണ്ട് സർക്കിൾ അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ ചിന്തിച്ചാൽ മതി. ഓക്കെ, അതുപോലെ ഇൻഡിവിജ്വൽ ലെവലിൽ നമ്മൾ ചിലപ്പോൾ പല രീതിയിൽ അസോസിയേറ്റ് ചെയ്യുന്നുണ്ടാകും. അതുകൊണ്ട് തന്നെ നമ്മുടെ എഫിഷ്യൻസി, പല മേഖലയിലുള്ള എഫിഷ്യൻസി കൂടുകയും ചെയ്യും. ഓക്കെ, നമുക്ക് നോക്കാം. സോ ഹാപ്പിനെസ് വെസസ് സ്കിൽ. ഓക്കെ, ഹാപ്പിനെസ് കിട്ടും. അതായത് നമ്മുടെ ചിന്തയും നമ്മൾ പറയുന്ന കാര്യവും നമ്മൾ ചെയ്യുന്ന കാര്യം അലൈൻ ആയിട്ട് നിൽക്കുവാണെങ്കിൽ നമുക്ക് ഒരുപാട് സന്തോഷം കിട്ടും. ലൈക്ക് വി ആർ ട്രൈങ് ടു ഡു ദിസ്. നമ്മൾ ബാക്കിയുള്ളവർ പറഞ്ഞിട്ടുണ്ട് ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മളത് അച്ചീവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം, അല്ലെ? നമ്മളെല്ലാം UPSC അച്ചീവ് ചെയ്യുമെന്ന് പറഞ്ഞു പലരും ആരോടും പറയാതെ വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ കൂട്ടുകാരോടെല്ലാം ഷെയർ ചെയ്ത് വന്നിട്ടുണ്ടാവും. ലൈക്ക് നമ്മൾ ഈ ജേണിക്കായിട്ട് ട്രിവാൻഡ്രം അല്ലെങ്കിൽ ഡൽഹി കയറിയതാണ്, ബട്ട് നമ്മൾ അതിനായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പൊ നമുക്കൊരു സമാധാനം കിട്ടും, റിസൾട്ട് വരുന്നു, നമ്മൾ റാങ്ക് ലിസ്റ്റ് വരുന്നു. യാ, പരമോന്നത ഹാപ്പിനെസ്, അല്ലേ? സോ അത് കിട്ടും. പിന്നെ സെൽഫ്ലെസ്നെസ്, നേരത്തെ പറഞ്ഞത് എനേബിൾസ് എ പേഴ്സൺ ടു തിങ്ക് ബിയോണ്ട് ഹിം ഓർ ഹെർസെൽഫ്. നമ്മളിൽ നിന്ന് അതീതമായി നമുക്ക് ചിന്തിക്കാൻ പറ്റും. അതിന്റെ മേജർ ഉദാഹരണമാണ് IAS ആംസ്ട്രോങ് ബാമി, അല്ലെ? പുള്ളി മണിപ്പൂരിലായിരുന്നു. പുള്ളിയുടെ പോക്കറ്റിൽ നിന്ന് തന്നെ കാശെടുത്ത് കുറെ ഹഡ്രിൽസ് ഉണ്ടായിരുന്നു അവിടെ റോഡ് കിട്ടാൻ വേണ്ടി. അപ്പൊ ആ റോഡ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അവിടുത്തെ ആൾക്കാർക്ക് ഒരുപാട് ലൈക്ക് ട്രാവൽ ടൈം ഒക്കെ കൂടുതലായിരുന്നു. സോ പുള്ളി അവിടെ പുള്ളിയുടെയും കൂടി ചെലവും കൂടി പുള്ളിയും കൂടി കോൺട്രിബ്യൂട്ട് ചെയ്ത് അവിടെ ഒരു റോഡ് പണിയുകയും അവിടുത്തെ മാർക്കറ്റ് ആക്സസും അവിടുത്തെ ആൾക്കാർക്ക് പല ഫെസിലിറ്റീസോട്ട് ആക്സസ് ഒക്കെ ഭയങ്കര എളുപ്പമായി. ഓക്കെ, സോ നമ്മളിവിടെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ലെവൽ എക്സാം ആയതുകൊണ്ട് നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ നിന്ന് എക്സാമ്പിൾസ് കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ നല്ലതായിരിക്കും. ഇതൊക്കെ ആക്ച്വലി കേസ് സ്റ്റഡീസ്, ഇപ്പൊ ഈ എക്സാമ്പിൾസ് ഒക്കെ നമുക്ക് ന്യൂസ് പേപ്പറും കാര്യങ്ങളിലൊക്കെ കിട്ടുന്നതാണ്. ഇതൊക്കെ ആക്ച്വലി കുറച്ച് ഓൾഡ് എക്സാമ്പിൾസ് ആണ്. ഇഫ് യു നമ്മൾ പേപ്പറിലൊക്കെ ഏതെങ്കിലും പുതിയ എക്സാമ്പിൾസ് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് അത് ആഡ് ചെയ്യാം. ട്രൈ ടു ആഡ് മോർ ഓഫ് ആൻ ഓൾ ഇന്ത്യ ലെവൽ ഒരു റീച്ച് കിട്ടുന്നത്. ഇപ്പൊ IAS ഓഫീസേഴ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്തായാലും ആഡ് ചെയ്യാം. എവിടുത്തെ IAS ഓഫീസേഴ്സ് ആണെങ്കിൽ നമുക്ക് കേരള റിലേറ്റഡ് കുറെ IAS ഓഫീസർ താഴോട്ട് വരുന്നുണ്ട്. ഓക്കെ, ഇനി എമ്പതിയുടെ കാര്യം, അല്ലേ? മറ്റൊരാളുടെ ഷൂസിൽ നിന്ന് നമുക്ക് ചിന്തിച്ച് അയാളെ സഹായിക്കാൻ പറ്റുന്നത്, അയാളെ മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ അത് വരുമ്പോൾ ഒരു IAS കൗസ്തുഭ്, പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആണോ എന്നറിയില്ല, ലൈക്ക് പുള്ളി ചെയ്തതെന്ന് വെച്ചാൽ ലൈക്ക് ഒരു ഫിസിക്കലി ഡിസേബിൾ ആയിട്ടുള്ള വ്യക്തി ഒരു ഗ്രീവൻസ് ആയിട്ട് സബ് കളക്ടറോ ആയിരിക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ്റെ മുന്നിൽ എത്തുന്നു. ലൈക്ക് ആ പുള്ളിക്ക് ബട്ട് കസേര ഇരിക്കാൻ പറ്റില്ല. സോ വാട്ട് ഡിഡ് ഹി ഡിഡ്? ദ കളക്ടർ ഓർ ദ സബ് കളക്ടർ സിറ്റ് ഓൺ ദ ഫ്ലോർ വിത്ത് ഹിം. ആ ബുദ്ധിമുട്ട് മനസ്സിലാക്കി അവിടെ താഴെ ഇരുന്നു ലൈക്ക് ആ പുള്ളിയെ കേൾക്കുമായിരുന്നു. ഓക്കെ, സോ അത് നമുക്കൊരു എമ്പതിയുടെ കാര്യമായിട്ട് പറയാം. പിന്നെ പറയാൻ പറ്റുന്നത് സെൽഫ് കോൺഫിഡൻസ് ആണ്. സെൽഫ് കോൺഫിഡൻസ്, അതായത് നമുക്ക് ഭയങ്കര നമ്മൾ ആഗ്രഹിച്ച നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ചിന്തയും വാക്കും പ്രവൃത്തിയെല്ലാം അലൈൻ ചെയ്തിരിക്കുന്ന നമുക്ക് സെൽഫ് കോൺഫിഡൻസും കിട്ടും, അല്ലേ? സോ അത് നമുക്കിവിടെ പറയാം. അതിനൊരു ഉദാഹരണമായിട്ട് പറയുന്നത് നമുക്ക് മോഡേൺ ഇന്ത്യ എന്നൊരു പെർസ്പെക്റ്റീവ്, മോഡേൺ ഇന്ത്യ GS1 അതിൽ നിന്നൊരു പെർസ്പെക്റ്റീവ് കൊണ്ടുവരുന്നതാണ് അംബേദ്കർ റിസൈൻ ചെയ്ത ഇഷ്യൂ, ഹിന്ദു കോഡ് ബില്ലുമായിട്ട് റിലേറ്റ് ചെയ്ത് ക്യാബിനറ്റിൽ നിന്ന് റിസൈൻ ചെയ്ത ഇഷ്യൂ. ഓക്കെ, ഇതൊക്കെയാണ് എത്തിക്സിന് ഇമ്പോർട്ടൻസ്. ഓക്കെ, എന്താണ് ഇമ്പോർട്ടൻസ് ഇൻ ഇൻഡിവിജ്വൽ ലൈഫ്? നമുക്ക് ഇത് 2 രീതി ആക്ച്വലി അഡ്രസ് ചെയ്യാം എപ്പോഴെങ്കിലും ഈ ചോദ്യം ചോദിക്കുവാണെങ്കിൽ. ഒന്നെങ്കിൽ എത്തിക്സ് ഉണ്ടായതുകൊണ്ടുള്ള ഗുണം, അല്ലെങ്കിൽ എത്തിക്സ് ഇല്ലാത്തത് കൊണ്ടുള്ള ദോഷം. ഇത് ഏത് രീതി വേണമെങ്കിലും നമുക്ക് നമ്മുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ചെയ്യാം.
കാരണം നമുക്ക് എല്ലാ ചോദ്യങ്ങളും ഇങ്ങനെ വരുമ്പം പോസിറ്റീവ് സൈഡിൽ നിന്ന് തന്നെ മാത്രം എഴുതണമെന്നില്ല, നെഗറ്റീവ് സൈഡിൽ നിന്നും അപ്രോച്ച് കൊടുക്കാം. സോ ഒരു മോണോട്ടോണസ് നേച്ചർ നമ്മുടെ ആൻസർ കിട്ടാതിരിക്കാൻ വേണ്ടി നമുക്ക് നെഗറ്റീവ്സും കൂടി പഠിച്ചു വെക്കാം. അത് ജസ്റ്റ് ഇവിടുന്ന് തന്നെ പഠിക്കാം. ഹാപ്പിനെസിന് വിപരീതമായി ഗിൽട്ട് വരും, തോട്ട് വേർഡ് ഡീഡ് ഒന്നിച്ചില്ലെങ്കിൽ ഗിൽട്ട് വരും. അപ്പൊ നമുക്ക് അതിനനുസരിച്ചുള്ള ഒരു എക്സാമ്പിൾ കൊടുക്കാം. ഇപ്പൊ പ്രിപ്പറേഷന് കയറിയിട്ട് കളിച്ചിരിച്ച് നടക്കുന്നവർ, ആ ഒരു എക്സാമ്പിൾ നമുക്ക് കൊടുക്കാം. ഇനി സെൽഫ് ആക്ച്വലൈസേഷൻ എത്താൻ പറ്റാത്തത് പറയാം. സെൽഫ്ലെസ്നെസ്സിന് വിപരീതമായി സെൽഫിഷ്നെസ് പറയാം. എമ്പതി ഇല്ലായ്മ പറയാം. ഓക്കെ, ആൾക്കാർക്ക് വേണ്ട രീതിയിൽ ആൾക്കാരെ കേട്ടില്ല എന്നുള്ള ഇത് വരുമ്പം ആൾക്കാർക്ക് നമ്മളോടുള്ള ട്രസ്റ്റ് കുറയും അല്ലേ. പ്രത്യേകിച്ച് ഒരു പവർഫുൾ പൊസിഷനിൽ നിൽക്കുവാണെങ്കിൽ ആ ട്രസ്റ്റ് ഇല്ലായ്മ വരും, സെൽഫ് കോൺഫിഡൻസും കാര്യങ്ങളും വരും. ഓക്കെ, അതുപോലെ ഡിസ്ക്രിമിനേഷൻ ഉണ്ടാകും അല്ലേ. എത്തിക്കലായിട്ടുള്ള ആൾ എല്ലാവരും ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യും, ഒരിക്കലും ഇല്ല. സോ ദർ വിൽ ബി ഡിസ്ക്രിമിനേഷൻ. പിന്നെ ഇനാക്ഷൻ ഉണ്ടാവും, നേരത്തെ പറഞ്ഞ എഫിഷ്യൻസി ഉണ്ടാവില്ല, ഇനാക്ഷൻ വരും. അതുപോലെ ഗിൽട്ട് വരും. ഓക്കെ, എല്ലാ പോയിന്റ്സും ആയി. ഇനി നമുക്ക് ഓർഗനൈസേഷൻ ലെവലിൽ നിന്ന് എങ്ങനെയാണെന്ന് നോക്കാം. ഓർഗനൈസേഷൻ ലെവൽ നമ്മൾ ഇൻഡിവിജ്വൽ ലെവലിൽ നോക്കി, ഇനി ഓർഗനൈസേഷൻ ലെവലിൽ എത്തിക്സ് എന്ത് ചെയ്യും. സോ നമ്മൾ ഇവിടെ യൂഷ്വലി നമ്മൾ ഓർഗനൈസേഷൻ ആണല്ലോ, അപ്പോൾ നമുക്ക് കുറച്ചും കൂടി GS2 ഗവേണൻസ് സംഭവങ്ങളിൽ നിന്നുള്ള കീവേഡ്സ് ഒക്കെ ഇവിടെ വാരി പറക്കിയിടാം. ട്രാൻസ്പെറൻസി ഉണ്ടാവും, അക്കൗണ്ടബിലിറ്റി ഉണ്ടാവും. ആലോചിച്ച് നോക്കൂ, GS2 ഗവേണൻസ് പഠിച്ചവരാണ്, ആലോചിച്ച് നോക്കൂ അവിടെ എന്തൊക്കെയാണ്. ട്രാൻസ്പെറൻസി, അക്കൗണ്ടബിലിറ്റി, പിന്നെന്താ ആഡ് ചെയ്യാൻ പറ്റും ആലോചിച്ച് നോക്കൂ. കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യൂ. യാ, അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ എത്തിക്കലായിട്ട് ഉള്ള ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ ആൾക്കാർക്ക് അവരുടെ മുകളിൽ ഒരു ട്രസ്റ്റ് ഉണ്ടാവില്ലേ, വിശ്വാസം ഉണ്ടാവില്ലേ. അതുപോലെ ആ സ്ഥാപനത്തിന്റെ എഫിഷ്യൻസി അതിഭീകരമായിരിക്കില്ല, അത് രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യില്ലേ അല്ലേ. അതുപോലെ ഇപ്പൊ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ അതിന്റെയൊക്കെ ആണെങ്കിൽ നമുക്കൊരു എക്കണോമിക് ഡെവലപ്മെന്റ് പെർസ്പെക്റ്റീവിലും ഒക്കെ അത് ചിന്തിച്ച് പറഞ്ഞൂടെ. ജസ്റ്റ് നമ്മൾ GS കണ്ടന്റ് ആലോചിച്ച് ചിന്തിക്ക് എഴുതുക. ബട്ട് ഒരേ പോയിന്റ് അല്ല നമ്മൾ എഴുതുന്നത്, എല്ലാം പല പല ആംഗിളിൽ നിന്നുള്ള പോയിന്റ്, പരമാവധി പെർസ്പെക്റ്റീവ്സ് നമുക്ക് എത്തിക്സിൽ കൊണ്ടുവരാൻ പറ്റണം. ഓക്കെ, അതാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു ട്രാൻസ്പെറൻസി. വെൻ ഓഫീസേഴ്സ് മെയിൻറ്റെയിൻ എ സ്ട്രിക്ട് കോഡ് ഓഫ് എത്തിക്സ് ദെൻ ദ ഓഫീസേഴ്സ് ഹാവ് നത്തിങ് ടു ഹൈഡ് അല്ലേ. ഒരു സ്ട്രിക്ട് കോഡ് ഓഫ് എത്തിക്സ് ഫോളോ ചെയ്യുന്ന ഓഫീസേഴ്സ് ആണെങ്കിൽ അവർക്ക് പിന്നെ ഒന്നും മറക്കാനില്ല. അപ്പം ലൈക്ക് ദെൻ ദർ വിൽ ബി ട്രാൻസ്പെറൻസി. സോ അതിനൊരു പ്രോപ്പർ യൂസ് ഓഫ് RTIസും സിറ്റുന്ന ചാർട്ടേഴ്സും ഒക്കെ അതിന്റെ ഒരു ഉത്തമ ഉദാഹരണമായിട്ട് നമുക്ക് പറയാം. എഫിഷ്യൻസി കൂടുക എന്ന് പറയുമ്പോൾ തന്നെ കറപ്ഷൻ കുറഞ്ഞു അവിടെ ഓൾറെഡി അല്ലേ. അതായത് മാൽ പ്രാക്ടീസസും പരിപാടികളൊന്നും ഇല്ല. ഇനി നമുക്ക് പവറിന്റെ മിസ്യൂസ്. ഓക്കെ, അത് പറയാം. ഓർഗനൈസേഷൻ ഇപ്പം നമുക്കറിയാം, ജനമൈത്രി ഇപ്പം നാട്ടില് പോലീസ് സ്റ്റേഷന്റെ ഇതൊക്കെ അക്രമത്തെ പറ്റിയൊക്കെ ഒരുപാട് ന്യൂസ് ഉണ്ടല്ലോ. സോ മിസ്യൂസ് ഓഫ് പവറിന്റെ എക്സാമ്പിൾ ആണ്. സോ നമുക്ക് അത് പറയാം. സോ കസ്റ്റഡി മർഡർ പരിപാടി പറയാം. ജസ്റ്റ് മിനിറ്റ്. ഓക്കെ ഓക്കെ ഓക്കെ. സോ യാ, സോറി ഫോർ ദ ഇന്ററപ്ഷൻ. നമുക്ക് മിസ്യൂസ് ഓഫ് പവർ കുറയ്ക്കാം. ലൈക്ക് കസ്റ്റഡി മർഡർ പരിപാടികളെല്ലാം ഒഴിവാകും. ലൈക്ക് ഇഫ് ദേഴ്സ് ആൻ എത്തിക്കൽ ഗവേണൻസ് അല്ലെങ്കിൽ എത്തിക്കൽ ഒരു യൂസ് ഓഫ് പവർ ആണെന്നുണ്ടെങ്കിൽ. ഓക്കെ, ഇവിടെ കുറച്ച് നോയ്സ് ഉണ്ട്, അതാണ്. സോറി, സ്റ്റക്കായി പോയി. യാ, റെക്കോർഡിംഗ് കണ്ടിന്യൂ ചെയ്യാണ്. യാ, സോറി. യാ, ലെറ്റ്സ് റീസ്റ്റാർട്ട്. സോറി ഫോർ ദ ഇന്ററപ്ഷൻ, കുറച്ച് നോയ്സ് ഉണ്ടായിരുന്നു. യാ, സോ യാ, നമ്മൾ കസ്റ്റഡി മർഡറിന്റെ കാര്യമായിരുന്നല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം എത്തിക്സ് ഒരു ഓർഗനൈസേഷൻ ലെവലിൽ ഇല്ലെങ്കിൽ നടക്കുന്ന കാര്യങ്ങളായിരുന്നു നമ്മൾ പറഞ്ഞത്. അല്ലെങ്കിൽ എത്തിക്സ് ഉള്ളപ്പോൾ എന്ത് നടക്കും എന്നതായിരുന്നു നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ലൈക്ക് മിസ്യൂസ് ഓഫ് പവർ കുറയും, കസ്റ്റഡി മർഡറുകൾ ഇല്ലാണ്ടാവും. അതുപോലെ ലെജിറ്റിമസി, പബ്ലിക് ട്രസ്റ്റ് ഒക്കെ കൂടും അല്ലേ. ഒരു ഓർഗനൈസേഷൻ എത്തിക്കൽ ഫ്രെയിംവർക്ക് ഉണ്ട്, അതനുസരിച്ചാണ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് അതിലൊരു വിശ്വാസം ഉണ്ടാവും. പിന്നെ റെസ്പോൺസിബിൾ ആൻഡ് അക്കൗണ്ടബിൾ ഫോർ ദർ ആക്ഷൻ അല്ലേ. ഇപ്പോൾ ഒരു ഓർഗനൈസേഷന്റെ ഭാഗത്തായിട്ട് ആ ഓർഗനൈസേഷൻ ഒരു തെറ്റ് പറ്റി ആൻഡ് ഓർഗനൈസേഷൻ അതിന് അക്കൗണ്ടബിൾ ആയിട്ട് വരുവാണ്. ഓക്കെ, ഇത് ഞങ്ങളുടെ ഭാഗത്തുള്ള തെറ്റാണ്. ഇപ്പം റോഡ് പൊളിച്ചിട്ടിട്ട്, ലൈക്ക് റോഡ് പണി കഴിഞ്ഞിട്ട് അടുത്ത ദിവസം വന്ന് വാട്ടർ അതോറിറ്റി പൊളിക്കുന്നു, നമ്മൾ കുറ്റം ചോദിച്ചപ്പം അവർ പരസ്പരം കുറ്റം പറയാതെ ലൈക്ക് എത്തിക്കൽ സംഭവം ആയതുകൊണ്ട് അവർ പറയുന്നു ഓക്കെ ഞങ്ങളുടെ തെറ്റാണ്, ഫുൾ ചെലവ് ഞങ്ങൾ ഏറ്റെടുക്കാന്നൊക്കെ പറയുന്നത് എന്ന് നല്ല കാര്യങ്ങളായിരിക്കും അല്ലേ. യാ, ആ ഓക്കെ, നമ്മൾ അത് പറഞ്ഞപ്പോൾ ഒരു ക്ലാസിക് എക്സാമ്പിൾ ഉണ്ട്. റെസ്പോൺസിബിൾ അക്കൗണ്ടബിലിറ്റിയുടെ കാര്യം പറയുമ്പോഴേ ആക്ച്വലി സർട്ടൻ ഇന്ത്യൻ കമ്പനീസ് ഫോറിൻ കമ്പനീസും ഒക്കെ ഉണ്ടായിരുന്നു. ലൈക്ക്
അവര് ഫേസ്ബുക്ക് പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ അഡ്വർടൈസ്മെന്റ് കൊടുക്കില്ലെന്ന് പറയും. കാരണം അവർക്ക് ഒരു ആ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിന് ഒരു ഹേറ്റ് സ്പീച്ചിനുമായിട്ട് ബന്ധപ്പെട്ട് അത്ര നല്ല പോളിസി ഗൈഡ് ലൈൻസ് അല്ലായിരുന്നു. സോ അതിൻ്റെ കൊണ്ടുള്ള ഒരു പ്രതിഷേധമായിട്ട് അവര് ആഡ്സ് അവിടെ അവർക്ക് കൊടുക്കില്ലെന്ന് പറയും. ഓക്കെ, ഇപ്പൊ എത്തിക്സ് ഒരു ഓർഗനൈസേഷൻ ലെവൽ ഉണ്ടെങ്കിലുള്ള ഗുണങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു. നമുക്ക് ഈ ഉത്തരം ഇല്ലെങ്കിൽ ഉള്ള അവസ്ഥയെ പറ്റിയായിട്ട് എഴുതാലോ. അപ്പൊ എന്ത് പറയും? ട്രാൻസ്പെറൻസി ഇല്ല. അതിന് പറ്റുന്ന ഒരു എക്സാമ്പിൾ കൊടുക്കാം. എന്താ, റെസ്പോൺസിബിലിറ്റി ഇല്ല, അക്കൗണ്ടബിലിറ്റി ഇല്ല. ആ രീതി നമുക്ക് കൊടുക്കാം. കറപ്ഷൻ കൂടുതലായിരിക്കും അല്ലേ? എഫിഷ്യൻസി നടക്കില്ല, കറപ്ഷൻ കൂടുതലായിരിക്കും. ഇതാണ് നമ്മൾ ബോക്സിൽ എഴുതിയിട്ടുണ്ട്. ക്രിമിനലൈസേഷൻ അല്ലെങ്കിൽ പൊളിറ്റിസൈസേഷൻ നടക്കും. ഇപ്പൊ നമ്മൾ പൊളിറ്റിക്സിന്റെ കാര്യത്തിലൊക്കെ പറയുമ്പോൾ പറയാറുണ്ടല്ലോ, ലൈക്ക് ക്രിമിനൽസ് കുറെ കൂടുതലാണെന്ന്. ലൈക്ക് എം പിമാരുടെ ഒക്കെ ഇതെടുക്കുമ്പോൾ കേസസ് ലൈക്ക് ഈവൻ റേപ്പ് അക്യൂസ്, മർഡർ അക്യൂസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ പോലും ഉണ്ട് അല്ലേ? സോ അതുകൊണ്ട് പൊളിറ്റിസൈസേഷൻ നടക്കും. ഇപ്പൊ പൊളിറ്റിസൈസേഷൻ ഓഫ് എഡ്യൂക്കേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കേൾക്കുന്നു അല്ലെ? ഹിന്ദി ഇമ്പോസിഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരും. നെപ്പോട്ടിസം, ഫേവറിറ്റിസം, അതെല്ലാം വരും. നമുക്കറിയാം ബോളിവുഡ് ആൻഡ് ലൈക്ക് മേജർ ഫിലിം ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ ഈവൻ പൊളിറ്റിക്സിലും എല്ലാത്തിലും നമ്മളത് കാണാറുണ്ട്. വയലേഷൻ ഓഫ് പബ്ലിക് ട്രസ്റ്റ്, ഓക്കെ, അതുകൊണ്ടാവാറുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ആ ഓർഗനൈസേഷനെങ്കിൽ ആൾക്കാർക്ക് അതിൽ വിശ്വാസം പോകും. അതിന് ഇപ്പൊ ഒരു ഡെമോക്രസിയിലെ ആൾക്കാർക്ക് വിശ്വാസം പോയാൽ അവിടെ മിലിറ്റന്റ് ആക്ടിവിറ്റീസ് വരെ ഉണ്ടാവും അല്ലേ? ഒരു ഓർഗനൈസേഷൻ ലെവലിൽ നിന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു സ്ഥാപനത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ നിൽക്കുമ്പോൾ ഉള്ള രീതിയിലും ചിന്തിക്കണം. രാജ്യം നടത്തുന്ന ഗവൺമെന്റ് എന്നൊരു ഓർഗനൈസേഷനായിട്ട് അസോസിയേറ്റ് ചെയ്ത് ചിന്തിക്കാം, NGOs ആയിട്ട് അസോസിയേറ്റ് ചിന്തിക്കാം. അങ്ങനെ നമുക്ക് ഏതൊക്കെ ലെവലിൽ ചിന്തിക്കാമോ അതെല്ലാം ചിന്തിക്കാം. ഇനി അറ്റ് സൊസൈറ്റി ലെവൽ, ഓക്കെ, ഇതുമെല്ലാം PYQ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമുക്ക് എഴുതാം സൊസൈറ്റി ലെവൽ ഒന്ന് ആലോചിച്ചേ. എത്തിക്കൽ, ലൈക്ക് നിങ്ങൾ ആ പോയിന്റ് നോക്കണം. ജസ്റ്റ് നമ്മുടെ എയിം കോമൺ സെൻസ് ഉപയോഗിച്ചത് ക്രാക്ക് ചെയ്യണമെന്നുണ്ടല്ലോ. സോ ആലോചിച്ച് നോക്കും, സൊസൈറ്റിയിൽ എല്ലാവരും എത്തിക്കലാണ്. എന്തായിരിക്കും? നമുക്ക് ആ വീടൊക്കെ പൂട്ടിയിടാതെ വേണേ പോവാല്ലേ രാവിലെ. അതായത് ക്രൈംസ് കുറവായിരിക്കും. ക്രൈംസ് ഏത് രീതിയിലുള്ള ക്രൈംസും കുറവായിരിക്കും. ആൾക്കാർക്ക് തമ്മിലൊരു വിശ്വാസം ഉണ്ടാവും. അത് കാരണം നല്ല ഡെവലപ്മെന്റും പരിപാടിയൊക്കെ നല്ല രീതിയിൽ പോകും അല്ലേ? പിന്നെ എന്ത് നമുക്ക് ചിന്തിക്കാൻ പറ്റും? നല്ല എത്തിക്കൽ സൊസൈറ്റിയാണ്. ഇക്വാളിറ്റി ആയിരിക്കും അല്ലേ? എത്തിക്കൽ സൊസൈറ്റി ആകുമ്പോൾ ആണിനും പെണ്ണിനും മറ്റ് ജെൻഡേഴ്സിലുള്ളവർക്കും മറ്റ് സെക്ഷുവാലിറ്റിയിലുള്ളവർക്കും എല്ലാം ഒരു ആരെയും പേടിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം കാര്യങ്ങൾ നോക്കി ജീവിക്കുക അല്ലേ? ആൻഡ് യാ, റേസിസം കാണില്ല. ഓക്കെ, പേട്രിയാക്കൽ പരിപാടീസ് ഒന്നും കാണില്ല. കണ്ടോ, നമ്മൾ കോമൺ സെൻസ് ഉപയോഗിച്ച് നമ്മൾ പറയുവാണ്. ഇതിനെല്ലാം നമ്മളൊരു എക്സാമ്പിൾ കൂടി ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് നോക്കാം. നമ്മൾ എഴുതി വെച്ച പോയിന്റ്സ്. ക്രിയേറ്റ്സ് ട്രസ്റ്റ് എമംഗ് പീപ്പിൾ. ഓണസ്റ്റി വളരെ കോമൺ ആണെങ്കിൽ എന്ത് പറ്റും? ആൾക്കാർക്ക് ഇപ്പൊ എല്ലാവരും സത്യസന്ധരാണ്. ഓക്കെ, സത്യസന്ധരുള്ളവരെ നമുക്ക് ഇഷ്ടമല്ലേ? സോ ദർ വിൽ ബി മോർ കോപ്പറേഷൻ ബിറ്റ്വീൻ ദ പീപ്പിൾ. എൻഷോർസ് ജസ്റ്റിസ് ആൻഡ് ഫെയർനെസ് അല്ലേ? അതായത് ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു തെറ്റ് പറ്റി, അയാൾ അത് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് ശിക്ഷ ഏറ്റുവാങ്ങുവാണ്. ഓക്കെ, സോ അങ്ങനെയുള്ള സൊസൈറ്റി എന്ന് പറയുമ്പോൾ ഇറ്റ്സ് സോ ജസ്റ്റ്, റൈറ്റ്? ഇനി പ്രൊമോട്ട് സോഷ്യൽ ഹാർമണി ആൻഡ് കോർപ്പറേഷൻ അല്ലേ? ഒരു സാഹോദര്യം ഉണ്ടാവും അല്ലെ? ബ്രദർഹുഡും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇവിടെ. അതായത് നമ്മുടെ യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി നമുക്ക് അവിടെ കോട്ട് ചെയ്യാം അല്ലേ? അതുപോലെ ടീം വർക്ക്. അത് ടീം വർക്ക് പറയുമ്പോൾ നമുക്ക് കേരളയുടെ എക്സാമ്പിൾ ഉണ്ട് 2018 ഫ്ലഡിന്റെ സമയത്ത്. അത് തന്നെയാണ് നമ്മളിവിടെ എഴുതിയേക്കുന്നത്. സോ അത് പറയുമ്പോൾ എന്തുവാണ്, നമുക്കറിയാം ഇപ്പൊ ഫ്ലഡ് അഫക്റ്റഡ് ആയി. ഇപ്പം ലൈക്ക് ഫിഷർമാൻ അവരുടെ കപ്പൽ സെൽഫ്ലെസ്നെസ് ആയിട്ട് അവരുടെ കപ്പലുകൾ അവർ രക്ഷാപ്രവർത്തനത്തിനായിട്ട് ഉപയോഗിച്ചു. അതുപോലെ ആർമി ആർമിയിൽ നിന്ന്, അതുപോലെ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സും, അതുപോലെ സ്റ്റേറ്റ് പോലീസും കാര്യങ്ങളും എല്ലാവരും, അതുപോലെ വോളണ്ടിയേഴ്സ് ആയിട്ട് നാട്ടുകാരും എല്ലാവരും കൂടി വന്നു. ആൻഡ് ഫ്ലഡ് അഫക്റ്റഡ് അല്ലാത്ത ജില്ലക്കാരെ അവർ കോൺട്രിബ്യൂട്ട് ചെയ്തു ഫിനാൻഷ്യലി ആൻഡ് അതർ രീതിയിൽ. സോ ആ ഒരു ടീം വർക്ക് നമുക്ക് ഇവിടെ കോട്ട് ചെയ്യാം. ലൈക്ക് ഇറ്റ്സ് ഇതിനെപ്പറ്റി ചോദിക്കുകയാണെങ്കിൽ മസ്റ്റ് ആയിട്ട് നമുക്ക് എടുക്കും. ലൈക്ക് ഇറ്റ്സ് ആൻ എക്സാം ദാറ്റ് വി ഓൾ ആർ സോ പ്രൗഡ് ഓഫ്. യാ, ഇനി നമുക്ക് ഗുഡ് ഗവേണൻസിന്റെ ഭാഗമായി ഗുഡ് ഗവേണൻസ് ഉണ്ടാവും അല്ലേ? ലൈക്ക് എല്ലാവരും എത്തിക്കലാണ്, സൊസൈറ്റി എത്തിക്കലാണ്. അവിടുത്തെ ഗവേണൻസ് ഒബ്വിയസ്ലി നമ്മുടെ ആൾക്കാരുടെ ഒരു റിഫ്ലക്ഷൻ ആണല്ലോ, പ്രത്യേകിച്ച് ഡെമോക്രസിയിൽ അവരുടെ ഗവേണൻസ് എന്ന് പറയുമ്പോൾ. സോ യാ, ethical and just people who become part of government ensure good governance to citizens. വേറൊരു എക്സാമ്പിൾ കിരൺ ബേഡി, തീഹാർ ജയിലിൽ പോസ്റ്റ് ചെയ്തിട്ട് കിരൺ ബേഡി IPS. സോ ലൈക്ക് പുള്ളിക്കാരിക്ക് ഒരു പണിഷ്മെന്റ് ട്രാൻസ്ഫർ പോലെ അവിടെ പോയെങ്കിലും ലൈക്ക് തീഹാർ ജയിൽ വാസ് നൊട്ടോറിയസ്. ലൈക്ക് അവിടെ ഭയങ്കര ക്രൈം റേറ്റ്സ് കൂടുതലാണ് ആ ഉള്ളിൽ തന്നെ. അപ്പൊ പുള്ളിക്കാരി ചെന്ന് അവിടെ ക്രൈം റേറ്റ്സ് കുറച്ചു. അടിച്ചും പിടിച്ചൊന്നുമല്ല. ലൈക്ക് പുള്ളിക്കാരി അവിടെ കുറച്ച് മെഡിറ്റേഷൻ, യോഗ പരിപാടി, ആഫ്റ്റർ തെറാപ്പീസ് കാര്യങ്ങൾ കൊണ്ടുവന്നു. അതിന്റെ എല്ലാം ഭാഗമായിട്ട് അവിടെ നല്ല രീതി ഇഷ്യൂസ് കുറഞ്ഞു. ഇനിയിപ്പോ നമുക്ക് തിരിച്ചു ചിന്തിക്കാം. ക്രൈം റേറ്റ്സ് ഒക്കെ കുറയുന്നല്ലേ പറഞ്ഞത് എത്തിക്സ് ഉണ്ടെങ്കിൽ. ഇനി എത്തിക്സ് ഇല്ല,
സൊസൈറ്റി ലെവലിൽ എത്തിക്സ് ഇല്ല, എന്ത് പറ്റും? ക്രൈം റേറ്റ്സ് കൂടും, കമ്മ്യൂണൽ കോൺഫ്ലിക്ട്സ്, റേസിസം പരിപാടീസ് എല്ലാം ഉണ്ടാവും, പേട്രിയാക്കി വരും, മൂടും, ലൈക്ക് സെക്ഷലിസം, ലൈക്ക് സെക്ഷൽ ഡിവിഷൻ ഉണ്ടാവും, സ്റ്റീരിയോ ടൈപ്പിംഗ്. ഓക്കെ, ആണിനെ കൊണ്ട് ഇത് കൊള്ളാവൂ, പെണ്ണിനെ കൊണ്ട് അത് കൊള്ളാവൂ, ലൈക്ക് ഇങ്ങനെയുള്ള നേച്ചേഴ്സ് ഉള്ളവരെ നമ്മൾ പല രീതിയിൽ സ്റ്റീരിയോ ടൈപ്പ് ചെയ്ത് ഓരോ പെട്ടിക്കുള്ളിലാക്കി നമ്മൾ കളിയാക്കാറുണ്ടല്ലോ. സോ അത് ഭയങ്കര പ്രോമിനന്റ് ആവുക സൊസൈറ്റിയിൽ. ദർ വിൽ ബി നോ റൂൾ ഓഫ് ലോ ആൻഡ് കറപ്ഷൻ ഭയങ്കര ഡോമിനന്റ് ആയിരിക്കും. സോ ദിസ് ഈസ് വാട്ട് we are trying to say at society level and at individual level and organization level എങ്ങനെ വരും. ആക്ച്വലി നമ്മളിപ്പോൾ ഒരു 4-5 PYQ ലൈക്ക് അഡ്രസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ എത്തിക്സും പഠിക്കണം. മറ്റ് GS പേപ്പേഴ്സ് പഠിക്കുന്ന പോലെ തന്നെയാണ് ഇതും പഠിക്കേണ്ടത്. ലൈക്ക് ഹൗ PYQ അനലൈസ് ചെയ്ത് തീംസ് ഐഡന്റിഫൈ ചെയ്ത് നോട്ട് ഉണ്ടാക്കുക. ഓക്കെ, ഇനി നേരത്തെ ഉള്ളൊരു കാര്യമാണ് എത്തിക്സ് നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യാം. ലൈക്ക് സോഴ്സസ് നമ്മൾ മനസ്സിലാക്കി എത്തിക്സ് എങ്ങനെ കൾട്ടിവേറ്റ് ചെയ്യാമെന്നും പഠിച്ചു. കൾട്ടിവേറ്റ് ചെയ്യുന്ന കാര്യം എങ്ങനെയാണെന്ന് പഠിച്ചില്ല. എത്തിക്സ് ഉണ്ടേ എന്ത് ഗുണം, എത്തിക്സ് ഇല്ലേ എന്ത് പ്രശ്നം എന്നുള്ളത് നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ഈ എത്തിക്സ് അങ്ങ് എത്തിക്കലായിക്കൂടെ, അല്ലേ? അങ്ങനെ എത്തിക്കലാവുന്നതിന് എന്താ പ്രശ്നം? എല്ലാരെയും എത്തിക്കലാക്കുന്നതിൽ എന്താ പ്രശ്നം നോക്കാം. അത് നമ്മൾ ഈ 3 ലെവൽസിൽ നിന്നാണ് ചിന്തിക്കാൻ പോകുന്നത്: ഇൻഡിവിജ്വൽ ലെവൽ, ഓർഗനൈസേഷൻ ലെവൽ ആൻഡ് സൊസൈറ്റി ലെവൽ. ഓക്കെ, ഇൻഡിവിജ്വൽ ലെവലിൽ നോക്കാം. റിലേറ്റിവിറ്റി, അതായത് പേഴ്സണൽ എത്തിക്സ്. ഇപ്പൊ എന്റെ എത്തിക്സ് അല്ല നിങ്ങളുടെ എത്തിക്സ്. ഇപ്പം ഒരാൾ പറയാണ് അബോർഷൻ ശരിയാണ്, ആ കുട്ടിയെ വേണ്ട, ലൈക്ക് അത് ആ വിമന്റെ ബോഡിയുടെ ഓട്ടോണമിയാണ്, അത് ആ കുട്ടിയെ വേണ്ടാത്തൊരു കുടുംബത്തിലോട്ട് വരുന്നതിനേക്കാളും ലൈക്ക് ഇറ്റ് ബെറ്റർ ഷീ ഓർ ദ ബേബി ഡസന്റ് ഹാവ് ടു ഗോ ത്രൂ എന്നൊരാൾ പറയും. മറ്റൊരാൾ പറയുന്നത് അതൊരു ജീവനാണ്, അത് എടുക്കാനുള്ള അധികാരം നമുക്കില്ലെന്ന് പറയും. സോ ലൈക്ക് ആ 2 വ്യക്തികളും ഒരേ നൂറ്റാണ്ടിൽ ഒരേടത്ത് ജീവിക്കുന്നവരായിരിക്കും, ചിലപ്പോൾ ഒരു വീട്ടിൽ തന്നെ വളരുന്നവരായിരിക്കും. ബട്ട് ദെയർ എത്തിക്സ് വേറെ ആയിപ്പോയി. അപ്പൊ അങ്ങനെ എത്തിക്സ് മാറും. അതുപോലെ ഇപ്പം കാലക്രമേണ എത്തിക്സ് മാറാണ്. അതായത് ഇന്ന് ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു അപ്പൂപ്പനും അല്ലെങ്കിൽ ഒരു 100 കൊല്ലം മുമ്പ് ജീവിക്കുന്ന അപ്പൂപ്പനോടും നമ്മൾ ചൈൽഡ് ലേബറിനെ പറ്റിയും അല്ലെങ്കിൽ ചൈൽഡ് മാരേജിനെ പറ്റിയും അഭിപ്രായം ചോദിച്ചാൽ എൻ്റെയൊരു ഡിഫറെന്റ് അഭിപ്രായമാണ് അവർക്ക് കിട്ടാൻ പോകുന്നത്. ഓക്കെ, ഒന്ന് അന്ന് ശരിയായിരുന്നു, ഇന്ന് തെറ്റായിരുന്നു. അപ്പൊ കാലക്രമേണ ഈ എത്തിക്സ് മാറാറുണ്ട്, സ്ഥലം അനുസരിച്ച് മാറാറുണ്ട്. ഇപ്പം ഇന്നത്തെ ഭയങ്കര പ്രിമിറ്റീവായിട്ട് ജീവിക്കുന്ന സമൂഹങ്ങളിലും അല്ലെങ്കിൽ ലൈക്ക് ഓർത്തഡോക്സ് ചിന്താഗതി ഉള്ള ഭയങ്കര റിലീജിയസ് ഓർത്തഡോക്സ് ആയിട്ടുള്ളവരുടെ അടുത്തൊക്കെ അങ്ങനെയുള്ള ഏരിയാസ് ഒക്കെ നമ്മൾ പോയി നോക്കുവാണെങ്കിൽ വിമന്റെ കാര്യങ്ങളിൽ നോക്കാം. ലൈക്ക് വിമൻ ഓട്ടോണമിയിലൊക്കെ നോക്കുമ്പോൾ ലൈക്ക് എൻറ്റയർലി ഡിഫറെന്റ് വ്യൂ പോയിന്റ്സ് ആയിരിക്കും. സോ എത്തിക്സ് ഡിപ്പെൻഡ്സ് ഓൺ പ്ലേസ്, ടൈം ആൻഡ് ലൈക്ക് ഈവൻ ഓൺ പേഴ്സൺ. ഇറ്റ്സ് വെരി സബ്ജക്റ്റീവ്. അത് പറയുന്നുണ്ട്. ഇപ്പം US വെയിറ്റേഴ്സിന് ടിപ്സ് കൊടുക്കുമല്ലോ, അത് ഭയങ്കര കോമൺ ആണ്. പക്ഷെ ജപ്പാനിലൊക്കെ എന്ന് വെച്ചാൽ അവിടെ കൊടുക്കുന്നത് അവർക്ക് എന്തോ ഒരു ഭയങ്കര ഒരു കളിയാക്കുന്ന ലക്ഷണമാണ്. പിന്നെ നമുക്ക് പറയാം നോൺ യൂണിവേഴ്സലിസം. അതായത് ഒരു യൂണിവേഴ്സൽ ആയിട്ട് നമുക്കൊരു എത്തിക്സ് പറയാൻ പറ്റില്ല. അതായത് ഒരു എക്സാമ്പിൾ ഇവിടെ തന്നെ ഉണ്ട്. ജൈനിസം വെജിറ്റേറിയനിസത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ ക്രിസ്ത്യൻസും മുസ്ലിംസും അതുപോലുള്ളവർ സെലിബ്രേറ്റ് ചെയ്യുന്നത് തന്നെ ലൈക്ക് ബിരിയാണി വെച്ചും, അല്ലെ, നല്ല മട്ടൻ ബിരിയാണിയൊക്കെ വെച്ചൊക്കെ ആയിരിക്കും സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതിലെ ചില റിലീജിയൻസ് മദ്യം പറ്റൂലെന്ന് പറയുന്നു, മറ്റ് റിലീജിയൻസ് അത് പ്രൊമോട്ട് ചെയ്യുന്നു. ഓക്കെ, അതുപോലെ ഇൻഡിവിജ്വൽ ലെവലിൽ നിന്ന് മറ്റൊരു കാര്യമാണ് എൻ വേഴ്സസ് മീൻസ് ഡിബേറ്റ്. ഓക്കെ, അതായത് ലക്ഷ്യവും മാർഗവും. ഓക്കെ, ഇപ്പം നമുക്കറിയാം ഒരു പരീക്ഷയ്ക്ക് നമുക്ക് ജയിക്കണം. ഓക്കെ, പക്ഷേ അത് ചീറ്റ് ചെയ്ത് ജയിച്ചാലോ? ഓക്കെ, സോ ഇവിടെ ഒരു ഡിയന്റോളജി ടീലിയോളജി ഡിബേറ്റ് ആണ് ഇവിടെ വരുന്നത്. ആക്ച്വലി ഡിയന്റോളജി നമ്മൾ ഇന്നലെ ജസ്റ്റ് ഒന്ന് പറഞ്ഞിരുന്നു. അതായത് നമ്മൾ പ്രൊസീജിയേഴ്സും ഡ്യൂട്ടിയും, ലൈക്ക് ആ ലോ പറയുന്നത് എന്താണ്, ആ ഡ്യൂട്ടി പറയുന്നത് എന്താണ്, ലൈക്ക് നമ്മൾ ഔട്ട്കം നോക്കുന്നില്ല, എന്താണെന്ന് നോക്കുന്നില്ല, മാർഗം അത് ശരിയാണോ എന്നേ നമ്മൾ ശ്രദ്ധിക്കുന്നുള്ളൂ. ടീലിയോളജി അല്ലെങ്കിൽ കോൺസിക്വൻഷ്യലിസം പറയുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് ഇപ്പൊ ഒന്നും കേട്ടാൽ മതിയേ, ഇതൊക്കെ നമ്മൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓക്കെ, മോറൽ തിങ്കേഴ്സിന്റെ ചാപ്റ്ററിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, ജസ്റ്റ് ഇത് ഒരുപാട് വിട്ട് കേൾക്കുമ്പോൾ നമ്മൾ ഫെമിലിയർ ആവും. ടീലിയോളജി എന്ന് വെച്ചാൽ എന്താണ്? ഇതിന് നേരെ വിപരീതം. എൻസിനാണ് അവർക്ക് പ്രാധാന്യം. നിങ്ങൾ ഇനി കള്ളത്തരം കാണിച്ചു, മറ്റേ റോബിൻ ഹുഡ്സ് ഒക്കെ കട്ട് മുടിച്ചിട്ടാണ് വന്ന് പാവങ്ങളെ സഹായിക്കുന്നത്, അല്ലേ? നമ്മുടെ കായംകുളം കൊച്ചുണ്ണി ടൈപ്പ് പരിപാടീസ്. സോ അതാണ് നമ്മളെ ടീലിയോളജിയുടെ എക്സാമ്പിൾസ്. ഓക്കെ, ഇപ്പൊ ഒരു നിയമം ലംഘിച്ച് ഒരു നല്ല കാര്യം ചെയ്യുന്നു,
അതായത് നമുക്കറിയാം ട്രാഫിക് ഈ റോഡിൽ ഇത്ര കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ ഓടുന്നത് തെറ്റാണ്. പക്ഷേ നമുക്ക് കൂടെ ഒരാൾക്ക് അപകടം പറ്റി നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. നമ്മൾ തീർച്ചയായും ആ ലിമിറ്റ് ഒന്നും അപ്പൊ നമ്മുടെ ഓർമ്മയിൽ പോലും വരില്ല. വി വിൽ വയലേറ്റ് ദാറ്റ് ലോ. ഓക്കെ, സോ യാ, ഇതെങ്ങനെയാണ് ചാലഞ്ചസ് ആവുന്നതെന്ന് കണ്ടില്ലേ? ലൈക്ക് ഇപ്പൊ എൻ വേഴ്സസ് മീൻസ് ഡിബേറ്റിൽ തന്നെ നമുക്കറിയാം. ഇപ്പം അർജുനന്റെ കാര്യം, മഹാഭാരത അർജുനനും ഈ ഒരു കോൺഫ്ലിക്റ്റ് എത്തിയിരുന്നു. ലക്ഷ്യമാണോ മാർഗമാണോ പ്രധാനം? ഇറ്റ്സ് എ ഫേമസ് കോട്ട് ബൈ കൃഷ്ണ ആൻഡ് ഓൾ. സോ ലെറ്റ്സ് ചെക്ക് ഇൻഡിവിജ്വൽ ലെവൽ നമ്മൾ ഒരു കോമൺ എത്തിക്സ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്ന ചാലഞ്ചാണ്. ഒന്ന്, ഇത് കാലവും സമയവും എല്ലാം അനുസരിച്ച് മാറി 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 വരുന്ന ഒരു സംഭവമാണ്. സോ യാ, അപ്പൊ അവിടെ ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരിക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ബുദ്ധിമുട്ട് ഓർഗനൈസേഷനിൽ, സൊസൈറ്റി ലെവലിൽ എല്ലാത്തിലും നമുക്ക് കോട്ട് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഓർഗനൈസേഷൻ ലെവലിൽ മാത്രം ലൈക്ക് അതിൻ്റെതായ കുറച്ച് പോയിന്റ്സ് നോക്കാം. ഓർഗനൈസേഷൻ ലെവലിൽ എത്തിക്സ് കൊണ്ടുവരുന്നതിൽ, ലൈക്ക് എത്തിക്സ് കൾട്ടിവേറ്റ് ചെയ്യുന്നതിലുള്ള ബുദ്ധിമുട്ടുകൾ. ഓക്കെ, ഒന്ന്, സ്കില്ലിങ്ങും ട്രെയിനിങ്ങും ഒന്നും ഇല്ല. അതുകൊണ്ട് ഇത് രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. സ്കിൽ ട്രെയിനിങ്ങും കാര്യങ്ങളും ഒന്നുമില്ല. കറപ്ഷൻ, റെഡ് ടേപ്പിസം, അല്ലേ? ഇത് എഫിഷ്യൻസി ഇല്ലാതാക്കും, ഇംപ്ലിമെന്റേഷൻസിനെയൊക്കെ കുറയ്ക്കും. ഇപ്പൊ പുതുതായിട്ടൊരു സംഭവം നിയമം കൊണ്ടുവന്നാൽ തന്നെ ഈ കറപ്ഷനും കാര്യങ്ങളും കാരണം, ലൈക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ കറപ്ഷൻ എന്ന് നമ്മൾ പറയും, അല്ലെ? ഇത് കാരണം ഒന്നും അത് നല്ല രീതിയിൽ പോകാനുള്ള സാധ്യതയില്ല. ഇനി ന്യൂവർ മോഡൽസ് ഓഫ് ഗവർണൻസ് ചാലഞ്ചസ് ദ എത്തിക്കൽ ഫ്രെയിംവർക്ക്. ഏർലിയർ അൺഎത്തിക്കൽ ടു വർക്ക് ഫ്രം ഹോം ബട്ട് നൗ നോട്ട് എനിമോർ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കാലം ക്രമേണ എത്തിക്സ് മാറുമെന്ന് പഠിച്ചല്ലോ. അത് വർക്ക് ഓർഗനൈസേഷൻ നമുക്ക് ചിന്തിച്ചു നോക്കാം. മുമ്പ് വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്നൊക്കെ പറഞ്ഞാൽ ലൈക്ക് ഇറ്റ്സ് മടിയൻ എന്ന സംഭവമാണ്. ബട്ട് ഇന്ന് നിങ്ങൾ വീട്ടിൽ ഇരുന്നാൽ മതി, ആ രീതിയിൽ ആയിട്ടുണ്ട് വർക്ക് കൾച്ചർ, താങ്ക്സ് ടു കോവിഡ്. ഓക്കെ, വാട്ട് എവർ. ബട്ട് യാ, കോവിഡ് ഓർഗനൈസേഷൻ ലെവലിൽ നിന്ന് നമുക്ക് ഉള്ള ചാലഞ്ചസ് അതാണ്. അവിടെ എത്തിക്കലായിട്ട് ഒരു ഫ്രെയിംവർക്ക് സെറ്റ് ചെയ്യുന്നതിലുള്ള ബുദ്ധിമുട്ട്. കാരണം ഒരു ഓർഗനൈസേഷൻ ലെവലിൽ പോലും ഡിമാൻഡ് മാറി മാറി വരുവാണ്. സോ യാ, അതൊക്കെയാണ് ബുദ്ധിമുട്ട്. ഇനി സൊസൈറ്റി ലെവലിൽ നോക്കാം. സൊസൈറ്റി ലെവൽ ഓക്കെ, നമ്മൾ കോമൺ സെൻസിൽ നിന്ന് എടുത്തിട്ട പോയിന്റ്സ് തന്നെയാണ് ഇത് പറയുന്നതല്ല. ജസ്റ്റ് നമുക്ക് ആലോചിക്കാം സൊസൈറ്റി ലെവലിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വരാം. ഓക്കെ, സോ മെജോറിറ്റേറിയനിസം, അല്ലേ? അതായത് മെജോറിറ്റി, ഇപ്പം ഡെമോക്രസി ഒക്കെ ആകുമ്പോൾ ഒരു മെജോറിറ്റേറിയനിസം ഫിയർ ചെയ്യുന്നുണ്ട്, എസ്പെഷ്യലി മൈനോറിറ്റീസ്. അതായത് മെജോറിറ്റി ഒരു റിലീജിയൻ ആണെങ്കിൽ അവരുടെ വിശ്വാസങ്ങൾ ബാക്കിയുള്ളവർ അടിച്ചമർത്തുകയും ലൈക്ക് ബാക്കിയുള്ള റിലീജിയൻസിന് അത്ര പ്രയോറിറ്റി കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നു. ചില രാജ്യങ്ങളൊക്കെ അത് കാണാറുണ്ട്, അല്ലേ? യാ, ethics of majority can be forcefully imposed on the minority. കമ്മ്യൂണൽ കോൺഫ്ലിക്ട്സ് ഉണ്ടാകും, അല്ലെ? സൊസൈറ്റിയിൽ എത്തിക്സ് ഇല്ലാതാവാൻ, ലൈക്ക് ഡിഫറിംഗ് റിലീജിയസ് എത്തിക്സ് മേ ഓഫൺ കം ഇൻ ക്ലാഷ് വിത്ത് ഈച്ച് അതർ ആൻഡ് കോസസ് കോൺഫ്ലിക്ട്സ്. ഓക്കെ, സോ അങ്ങനെ ഇരിക്കെ നമുക്ക് അവിടെ എത്തിക്കലായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്നതിൽ നല്ല ബുദ്ധിമുട്ടുണ്ട്. എത്തിക്കൽ ഫ്രെയിം വർക്ക്സും കാര്യങ്ങളും കൊണ്ടുവരുന്നതിൽ നല്ല ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ വെസ്റ്റേണൈസേഷൻ ആൻഡ് സോഷ്യൽ ഡൈവേഴ്സിറ്റി. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ലൈക്ക് പാസി കമ്മ്യൂണിറ്റി, അതുപോലെ ജെയിൻ കമ്മ്യൂണിറ്റിയിലൊക്കെ വെജിറ്റേറിയനിസം പരിപാടീസ് ഒക്കെ ആയിരുന്നു, അല്ലേ? സോ അവർക്ക് പിന്നെ ഒരുപാട് ഡൈവേഴ്സിറ്റി ആയി. സോഷ്യൽ, ലൈക്ക് ഒരാൾ വെജിറ്റേറിയൻസ് ആൻഡ് ഒരുത്തൊരു നോൺ വെജിറ്റേറിയൻസ്, ഒരാൾ ആൽക്കഹോളിസം പ്രൊമോട്ട് ചെയ്യുന്നു, മറ്റിടത്ത് അങ്ങനെ. സോ ചിലരൊക്കെ വർക്കേ ഇല്ലെന്ന് പറയുന്ന ടീംസ് ഉണ്ട്, അല്ലേ? സോ വർക്കേ ചെയ്യേണ്ട, വസ്ത്രം പോലും ഇടണ്ടെന്ന് പറയുന്ന ചില കമ്മ്യൂണിറ്റീസ് ഉണ്ട്. അപ്പൊ ഇവരെല്ലാം ഏകീകരിച്ച് നമ്മൾ നേരത്തെ ഷെയർ ചെയ്ത പോയിന്റ് തന്നെയാണ്. ലൈക്ക് ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് ആയതേ ഉള്ളൂ. ബട്ട് യാ, വേറൊരു എക്സാമ്പിൾ ഇതിൽ പറഞ്ഞത്, സർട്ടൻ ആഫ്രിക്കൻ കമ്മ്യൂണിറ്റീസ് ബിലീവ് ഇൻ കില്ലിംഗ് ആൻഡ് ഡീകാപ്പിറ്റേഷൻ ആസ് ജസ്റ്റിസ് ഫോർ ക്രൈംസ്. ഓക്കെ, യാ, സോ ഇതൊക്കെയാണ് നമ്മൾ എത്തിക്സ് ഈ ലെവലുകളിൽ കൾട്ടിവേറ്റ് ചെയ്യുന്നതിലുള്ള ബുദ്ധിമുട്ടായിട്ട് നമുക്ക് പറയാനുള്ളത്. സോ ഈ ടോപ്പിക്സ് മൈറ്റ് ലൈക്ക് ഒന്ന് ആ ടോപ്പിക്കിൽ നിന്ന് കുറച്ചൊന്ന് മാറി നിൽക്കുന്ന പോലെ തോന്നാം ഈ എക്സാമ്പിൾസ് ഒക്കെ. ബട്ട് നമുക്ക് ഇത് തന്നെ ധാരാളമാണ്. സോ ചോദിച്ചിട്ടുണ്ട് ഇതും അറ്റ് സൊസൈറ്റി ലെവലിൽ ബേസ് ചെയ്തുള്ള ചോദ്യത്തിൽ ഡയറക്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇൻഡിവിജ്വൽ ലെവൽ ആൻഡ് ഓർഗനൈസേഷൻ ലെവലിലും കൂടി അതൊന്ന് പഠിച്ചു വെക്കും. ഓക്കെ, സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ട് ഒരുപാട് ലൈക്ക് ഈ നോട്ടിൽ. സോ നിങ്ങൾ നോട്ട് പ്രിപ്പയർ ചെയ്യും ലൈക്ക് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. We will not be providing the PDFs right now, but I hope you will be creating your own digital notes here. സോ നിങ്ങളുടേതായിട്ടുള്ള അടിപൊളി എക്സാമ്പിൾസ് ഒക്കെ കൈ കിട്ടുവാണെങ്കിൽ ലൈക്ക് ഡു ഷെയർ വിത്ത് അസ്. സോ ബാക്കിയുള്ളവർക്ക് അതൊരു ഹെൽപ്ഫുൾ ആവട്ടെ, എനിക്കും അതൊരു ഹെൽപ്ഫുൾ ആവട്ടെ. യാ, നമുക്കിനി ഇത് എത്തിക്സ് ആൻഡ് വാല്യൂസ് ഉണ്ട്. സോ നമ്മൾ നേരത്തെ ഇത് നോക്കിയായിരുന്നല്ലോ, എത്തിക്സ് ആൻഡ് വാല്യൂസ്, ലോയും എത്തിക്സും, അതുപോലെ
പ്രൈവറ്റ് ആൻഡ് പബ്ലിക് റിലേഷൻഷിപ്പിലുള്ള എത്തിക്സും ഒക്കെ നമ്മൾ നോക്കും. വാല്യൂവിനെ പറ്റി നമ്മൾ ആക്ച്വലി നല്ല ഡീറ്റെയിൽ ആയിട്ട് താഴോട്ട് നോക്കുന്നുണ്ട്, ലൈക്ക് ഇൻ ദ നെക്സ്റ്റ് കമ്മിങ് സെക്ഷൻസ്. സോ യാ, സോ നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ലൈക്ക് മോർ ദാൻ ഹാഫ് ആൻ അവർ ആയി, ആൻഡ് നമ്മുടെ ഫസ്റ്റ് സെക്ഷൻ ആണ്. സോ നിങ്ങൾ ഇത് കണ്ടിട്ട് ലൈക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. വി വിൽ മേക്ക് ദോസ് അമെൻമെന്റ്സ് ഇൻ അവർ നെക്സ്റ്റ് സെഷൻസ്. ആൻഡ് യാ, ഐ ഹോപ്പ് യു ഓൾ ലൈക്ക് ദിസ് പ്രസന്റേഷൻ. താങ്ക് യു, ഹാവ് എ ഗ്രേറ്റ് ഡേ. യാ, എത്തിക്സ് അങ്ങനെ വലിയ പരിപാടിയൊന്നുമില്ല, വി ക്യാൻ ക്രാക്ക് ഈസിലി. മേജർ പാർട്ട് ഇതിൽ കേസ് സ്റ്റഡി ആണ്. സോ നമുക്ക് കുറച്ചൊരു അണ്ടർസ്റ്റാൻഡിങ് ഓഫ് എത്തിക്കൽ ടെർമിനോളജീസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിലോട്ടൊന്ന് കയറാൻ പറ്റും. ലൈക്ക് കുറച്ച് എത്തിക്കൽ വൊക്കാബുലറി, നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞ പോലെ എത്തിക്കൽ വൊക്കാബുലറി നമുക്ക് ഉണ്ടാവണം. അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാം. സോ നമ്മുടെ ഇവിടെയുള്ള തിങ്കേഴ്സ് ആൻഡ് ഫിലോസഫേഴ്സ് അതൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഒരുപാട് ലൈക്ക് എത്തിക്കൽ ഫ്രെയിം വർക്ക്സ് ഒക്കെ പറയുന്നുണ്ട്. സോ ഇറ്റ്സ് ഗോണ ബി എ fun journey and we are going to crack it so easily. Okay, so trust in the process, and yeah, so it's around 40 minutes ആയിട്ടുണ്ട്. So stay hydrated, sleep well, take care, bye bye.